നോട്ട്സ് എഴുതിയിട്ടുണ്ടല്ലോ. വാല്യുവേഷൻ ഓഫ് ഷെയർ പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിന്റെ വാല്യൂ ഉണ്ടല്ലേ നമ്മൾ എടാ ബോണ്ടിന്റെ വാല്യൂ ഉണ്ട പോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. ഏതൊക്കെ സ്റ്റോക്കുകളുണ്ട് നമ്മളെ കയ്യിൽ? പ്രിഫറൻസ് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ കോമൺ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എക്സാക്ട് മാർക്കറ്റ് വാല്യൂ അല്ല, എക്സ്പെക്റ്റഡ് മാർക്കറ്റ് വാല്യൂ. എന്താണ് എക്സ്പെക്റ്റഡ്? ഒരു സ്റ്റോക്കിന്റെ വാല്യൂ എത്രയെന്നുള്ളത് മാർക്കറ്റ് പ്രൈസ് എത്രയെന്ന് നോക്കണമെങ്കിൽ അവിടെ കയറി നോക്കിയാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറി നോക്കിയാൽ അതിന്റെ പ്രൈസ് അവിടെ ഉണ്ടാവും. ബട്ട് നമ്മളിവിടെ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് ഏകദേശം എക്സ്പെക്ടേഷൻ എസ്റ്റിമേറ്റഡ് എന്നൊക്കെ പറയില്ല നമ്മൾ. എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് വാല്യൂ ആണ് കാണുന്നത്. അതിൻ്റെ വേറെ പേരുകൾ ശ്രദ്ധിച്ചോളിട്ടോ. എന്തൊക്കെയാണ് അതിൻ്റെ വേറെ പേരുകൾ? ഇൻട്രാൻസിക് വാല്യൂ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇൻട്രാൻസിക് വാല്യൂ, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഫെയർ വാല്യൂ എന്ന് വിളിക്കും. ഓക്കെ, മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂ. ഫെയർ വാല്യൂ നോർമലി മാർക്കറ്റ് വാല്യൂൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ എന്ത് വിളിക്കും? ഇൻട്രാൻസിക് വാല്യൂ എന്ന് വിളിക്കും. ഓക്കെ, വാട്ട് എ സ്റ്റോക്ക് ഷുഡ് വർത്ത് ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ ഏണിങ്സ്. എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ കാണുന്നത്? ഫ്യൂച്ചർ ഏണിങ്സ്. ഒരു സ്റ്റോക്കിൽ നിന്ന് എന്താ ഫ്യൂച്ചർ ഏണിങ്സ് എടാ? എന്താണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് റിട്ടേൺ കിട്ടാൻ പോകുന്നത്? ഡിവിഡൻഡല്ല കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ ബേസിസിലാണ് എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മൾ വേർത്ത് എത്ര രൂപയുടെ സ്റ്റോക്ക് ആവും അത് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ സിംപ്ലി കണ്ടുപിടിക്കണം എന്താണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. ഓക്കെ, എന്നാൽ ഈ നെക്സ്റ്റ് കേസ് ശ്രദ്ധിച്ചോളൂ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ്. അതിന് കിട്ടാൻ പോകുന്ന ഡിവിഡൻസിൻ്റെ ഒക്കെ എന്ത് കാണുന്നത്? പ്രസൻറ്റ് വാല്യൂ കണ്ടിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഡിസ്കൗണ്ടഡ് ടു ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിവിഡൻറ്റ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് എന്തിൻ്റെ ബേസിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. നമ്മൾ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം റിട്ടേൺ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, മിനിമം റിട്ടേണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? RRR എന്ന് വിളിക്കലുണ്ട്. എന്താ വിളിക്കൽ? RRR, അതായത് RRR, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഒരു ഡിവിഡൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മിനിമം കിട്ടേണ്ട റിട്ടേണിനെയാണ് എന്ത് വിളിക്കുക? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം കണ്ടിട്ട് 6 എന്ന് കണ്ടിട്ടില്ലേ? ഇക്വേഷൻ എഴുതിയപ്പോൾ 6 എന്ന് കണ്ടില്ലടാ? 6 ഏതാണ്? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിവിഡൻറ്റ് നമുക്കൊരു 2 രൂപ ഡിവിഡൻറ്റ്. ഓക്കെ, 2 രൂപ എന്താ കിട്ടുന്നത്? ഡിവിഡൻറ്റ് കിട്ടുന്നുണ്ട് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5% എന്ത് കിട്ടണം? അതിന് റിട്ടേൺ കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെ കാണാം? അപ്പോൾ ഫോർ എക്സാമ്പിൾ 100 രൂപയുടെ സ്റ്റോക്കാണ് വിചാരിച്ചോ. 100 രൂപയുടെ സ്റ്റോക്കുമ്പോൾ 5% കിട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക നോക്കി നോക്ക്. 5 രൂപയിൽ കിട്ടുക. ഓക്കെ, 5 രൂപ. ഇതല്ല ഡയറക്റ്റ് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 100 ഇൻറ്റു 5% എന്ത് കിട്ടണം? ഡിവിഡൻറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഡിവിഡൻറ്റ് കിട്ടും? 5 രൂപ ഡിവിഡൻറ്റ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ തന്നിക്കണം? സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ലല്ലേ? സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ല. ഓക്കെ, എന്തൊക്കെ തന്നിക്കണു? ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് തന്നിക്കണു. പിന്നെ എന്തും തന്നിക്കണു? ഡിവിഡൻറ്റ് തന്നിട്ടില്ലേ? പിന്നെ ഏതും തന്നിട്ടുണ്ട്? 6 തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോളി, ആ ഇക്വേഷനിൽ ഞാൻ എങ്ങനെ എഴുതിക്കണം? സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു പെർസെൻറ്റേജ് അല്ലേ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് കിട്ടും. അപ്പം ഇനി നമ്മളെങ്ങനെ പെർസെൻറ്റേജ് വേണം? നമ്മൾ എന്ത് ചെയ്തായി? ഡിവിഡൻറ്റ് ഡിവൈഡ് ബൈ എന്താ അടിച്ചാൽ മതി. അല്ലെങ്കിൽ എങ്ങനെയാണ് വാല്യൂ ആണ്? എങ്ങനെ സ്റ്റോക്കിൻ്റെ വാല്യൂ അങ്ങോട്ട് ഇൻറ്റു ആണെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെ വരിക? ഡിവൈഡ് അല്ലേ വരിക. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ട ഏതാ? സെല്ലിംഗ് പ്രൈസ് അല്ലേ? നമ്മൾ കാണുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ എന്ത് ചെയ്തായി? 5 ഡിവൈഡ് ബൈ എന്തടിച്ചായി? 5%. ഒന്ന് അടിച്ചു നോക്കി ഇത് കൂടിയിട്ടോ. 5 ഡിവൈഡ് ബൈ 5% ഈക്വൽ അടിച്ചു നോക്കി 100. ഓക്കെ, അപ്പോൾ സിമ്പിൾ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ ഒരു സാധനത്തിന് വാല്യൂ ഉണ്ടെങ്കിൽ അതിന് മിനിമം എത്ര റിട്ടേൺ കൊടുക്കണം എന്ന് അറിയണത്? 5% റിട്ടേൺ കൊടുക്കണം. എന്നാൽ എത്ര ഡിവിഡൻറ്റ് കിട്ടും? 5 രൂപ ഡിവിഡൻറ്റ് കിട്ടും. അപ്പം ഇനി തിരിച്ചിട്ട് എങ്ങനെയാണ്? 5 ഡിവൈഡ് ബൈ 5% ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്ര സെറ്റ് ചെയ്യാൻ പറ്റുക മാർക്കറ്റിൽ? 100 രൂപയാണ് സെറ്റ് ചെയ്യുക. ഇതാണ് അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റ് ചെയ്യണ വാല്യൂ മാർക്കറ്റിൽ തന്നെ ആയിക്കൊള്ളണമെന്നുണ്ടോ? മാർക്കറ്റിൽ കൂടും കുറയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് ആസ് എൻ ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ നമ്മളൊരു ഫണ്ട് ഇടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മിനിമം എത്ര റിട്ടേൺ കിട്ടണമെന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അപ്പോൾ എത്ര രൂപയുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, മാർക്കറ്റിൽ ഇതിന് ഒരു 120 രൂപയാണ്. മാർക്കറ്റിൽ എത്ര രൂപയാണ്? 120 രൂപയാണ്. നമുക്കറിയാം ഇതിന് വാല്യൂ എത്ര ഉള്ളൂ? 100 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു വാല്യൂ എന്താണ്? ഓവർ വാല്യൂഡ് എന്ന് പറയാം. എന്താ പറയുക? ഓവർ വാല്യൂഡ്. സ്റ്റോക്ക് എന്താണ്? ഓവർ വാല്യൂഡാണ്, ഓവർ ഹൈപ്പാണെന്നൊക്കെ പറയില്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത്ര റിട്ടേൺ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ എത്ര റിട്ടേൺ? 5 രൂപയല്ലേ റിട്ടേൺ കിട്ടണത്? 5 രൂപ റിട്ടേൺ. മിനിമം എത്ര നമുക്ക് റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് വേണം? 5% വേണം. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര വില വരാൻ പാടുള്ളൂ? 100 രൂപയെ വില വരാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ എത്ര കൊടുക്കുകയാണ്? 100 രൂപ കൊടുക്കണം എന്നാ മാർക്കറ്റിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് മാർക്കറ്റ് വാല്യൂ 100 ഉള്ളൂ. പക്ഷേ റിയൽ മാർക്കറ്റ് വാല്യൂ എത്ര വരുന്നത്? 120 വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് എന്താണ്? ഓവർ പ്രൈസ്ഡ് ആണ് അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് മാർക്കറ്റ് വാല്യൂ ആണ് കാണുന്നത്?
എക്സാക്ട് മാർക്കറ്റ് വാല്യൂ നമ്മൾ കാണേണ്ട ആവശ്യമില്ലല്ലോ, അതെവിടെ ഉണ്ടാവും. ഓരോരോ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര റിട്ടേൺ കിട്ടണമെങ്കിൽ, ഇത്ര ഡിവിഡൻഡ് ഇത്ര റിട്ടേൺ കിട്ടണമെങ്കിൽ എത്ര പ്രൈസ് ആവണം എന്നുള്ള ഒരു എസ്റ്റിമേഷനാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയട്ടെ. നമുക്കൊരു 8 രൂപ ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. എത്ര കിട്ടുന്നുണ്ട്? 8 രൂപ ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. മിനിമം റിട്ടേൺ കിട്ടേണ്ടത് എത്രയാണ്? ഒരു 10% ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്ക്. എത്രയാണ്? 80 അല്ലേ? അപ്പോൾ ഇതിന് എത്ര പ്രൈസ് വരാൻ പറ്റുള്ളൂ? 80 മാർക്കറ്റ് പ്രൈസ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് വാല്യൂ. എന്താ കാണുന്നത്? എസ്റ്റിമേറ്റഡ് മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസിലാണ് കാണുന്നത്. ഇനി ഏത് കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്? നെക്സ്റ്റ് ടോപ്പിക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾ ഏത് കാണാനുണ്ടാവും? ഈ 6 കാണാനുള്ള ഇത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഏതിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് കാണാൻ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിൽ എന്ത് വരും? നിങ്ങൾക്ക് ഏത് കാണാൻ വരും? അപ്പോൾ നേരെ ഇക്വേഷൻ ഒന്ന് തിരിയുന്നുണ്ടാവുള്ളൂ. ഇക്വേഷൻ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് തിരിച്ചിടും. അപ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് വരിക വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരുന്നുണ്ടാവും? എന്ന് ആലോചിക്കും. D/SP അല്ലെങ്കിൽ പ്രൈസ്. അപ്പോൾ എങ്ങനെ നോക്കി നോക്കും നിങ്ങൾ? എത്ര വരിക? 8/80 അല്ലേ? 10% അല്ലേ? അപ്പോൾ എങ്ങനെ എന്ത് ചെയ്യും? നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞ ടോപ്പിക് ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതും പഠിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ വാല്യൂഷൻ ചെയ്യണം എന്താ? പ്രൈസ് ആണല്ലേ, പ്രൈസ്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? ഈ നമ്മൾ ഇടുന്ന എമൗണ്ട് ഓവർ വാല്യൂഡ് ആണോ, അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആണോ മാർക്കറ്റ്, അല്ലെങ്കിൽ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. കാരണം നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനുള്ള റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യുമോ, കിട്ടുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? ഇൻട്രൻസിക് വാല്യൂ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഫെയർ വാല്യൂ വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കും? മാർക്കറ്റ് എക്സ്പെക്റ്റഡ് മാർക്കറ്റ് വാല്യൂ എന്ന് വിളിക്കും. അതിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. 2 ടൈപ്പ് ഓഫ് ഷെയർസ് ഇല്ലേ? ഏതൊക്കെ ഷെയർസ് എടാ എന്ന് പറഞ്ഞാൽ? ഏതൊക്കെ ഷെയർസ് ഉള്ളത്? കോമൺ ഷെയർസും ഉണ്ട്, പിന്നെ പ്രിഫേർഡ് ഷെയർസും ഉണ്ട്. അപ്പോൾ അതിന് ഏകദേശം എത്ര മെത്തേഡ് ഉണ്ട് ഇതിൽ? 7 മെത്തേഡ് ഉണ്ടല്ലേ? 7ാമത്തെ മെത്തേഡിൽ പിന്നെ ഒരു സെപ്പറേറ്റ് 3 മെത്തേഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഏതാടാ? സീറോ ഗ്രോത്ത് മോഡൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കമ്പനികൾ ഇപ്പോൾ നോർമലി പ്രിഫേർഡ് ഡിവിഡൻഡ് എങ്ങനെയാണ് കൊടുക്കുന്നത്? എല്ലാ വർഷവും എങ്ങനെയാണ് കൊടുക്കുക? കൂടുണ്ടാവും? എല്ലാ വർഷവും കൂടുമോ? ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് സീറോ ഗ്രോത്ത് മോഡൽ പറഞ്ഞാൽ ഡിവിഡൻറ്റിന് എന്തില്ല? ഗ്രോത്ത് ഒന്നുമില്ല. ഡിവിഡൻറ്റിന് എന്തില്ല? ഗ്രോത്ത് ഒന്നുമില്ല. എല്ലാ വർഷവും ഒരേ ഡിവിഡൻറ്റാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് നോർമലി ആ ഏതിനാ അപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? കോമൺ സ്റ്റോക്കിനാ പ്രിഫർ സ്റ്റോക്കിനാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? പ്രിഫർ സ്റ്റോക്കിനാണ് ഏത് യൂസ് ചെയ്യുക? സീറോ ഗ്രോത്ത് മോഡൽ നോർമലി എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. കോമൺ സ്റ്റോക്കിന് യൂസ് ചെയ്യില്ല എന്നല്ല, നോർമൽ കേസ് ചെയ്തിലാണ് വരിക? പ്രിഫർ സ്റ്റോക്കിൻ്റെയാണ് വരിക. എന്നാൽ ഇനി കോമൺ സ്റ്റോക്കിൻ്റെ ആണെങ്കിൽ എങ്ങനെ? കമ്പനി വലുതാവണതിനനുസരിച്ച് ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കൂടും. അപ്പോൾ ഗ്രോത്ത് ഉള്ള മോഡൽ ഉണ്ടാവില്ലേ? അപ്പോൾ ഏതൊക്കെ മോഡൽ ഉണ്ടാവും? ഇപ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രോത്ത് ഇല്ലാത്ത മോഡലുണ്ടല്ലേ? പിന്നെ എന്തുള്ള മോഡലുണ്ട്? ഗ്രോത്ത് ഉള്ള മോഡലുണ്ട്. പിന്നെ ചില കമ്പനീസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ വർഷം നല്ല ഗ്രോത്ത് ഉണ്ടാവും, പിന്നെ അതെന്താവും? ഡള്ളാവും. അപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. പിന്നെ ഡിവിഡൻഡ് കൊടുക്കാത്ത കമ്പനികളുണ്ടാവും. ഡിവിഡൻഡ് ബേസ് വെച്ചിട്ടല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാത്ത കമ്പനികൾ നമ്മൾ ഏണിങ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. അപ്പോൾ പല സിറ്റുവേഷൻസ് ഉണ്ട്. ഏകദേശം 5-6 സിറ്റുവേഷൻസ് ഉണ്ട്. 5-6 സിറ്റുവേഷൻസിനും പല പല മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡല്ലേ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരെടാ? കാൽക്കുലേഷൻ ഓഫ് ഷെയർസ് വാല്യൂ. ഫസ്റ്റ് ഏതാണ്? സീറോ ഗ്രോത്ത് മോഡൽ, അതായത് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് മോഡൽ എന്ന് വിളിക്കും. അതായത് എല്ലാ വർഷവും എന്തിനു കൊടുക്കണം? 1 രൂപയായി കൊടുക്കുന്നത് വെച്ചാൽ എല്ലാ വർഷം തന്നെ 1 രൂപ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ നോക്കി നോക്കുക. ഇവിടെ എഴുതിക്കണം കേട്ടോ. യൂസ്ഡ് വാല്യൂ പ്രിഫേർഡ് സ്റ്റോക്ക് ഓർ കോമൺ സ്റ്റോക്ക് വിത്ത് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ്. എന്തില്ല? ഡിവിഡൻഡിൽ ഗ്രോത്ത് ഇല്ല. ഇന്നൊന്നാണെങ്കിൽ ഈ വർഷം ഒന്നാണെങ്കിൽ അടുത്ത വർഷം എത്ര തന്നെ? 1. അടുത്ത വർഷം എത്ര തന്നെ? 1. ഡിവിഡൻഡ് ഒരിക്കലും എന്താവുന്നില്ല? ഗ്രോ ആവുന്നില്ല. ഇത് നോർമലി ഏതിനാ വരിക? ഏതിനാണ് വരിക? നോർമലി ഏതിന് വരിക? പ്രിഫർ സ്റ്റോക്ക്. കാരണം പ്രിഫർ സ്റ്റോക്കിൻ്റെ ഒരു വാല്യുവേഷൻ രീതിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ രീതിയാണ് എല്ലാ വർഷവും എന്ത് കൊടുക്കുക? ഒരു സ്ഥിരം ഡിവിഡൻഡ്. അപ്പോൾ നോർമലി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതെന്നാണ് വരിക? കമ്പനി അല്ലെങ്കിൽ കമ്പനി ഹാവ് പ്രിഫർ സ്റ്റോക്ക് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത് ചെയ്യുക. അപ്പോൾ പ്രിഫർ സ്റ്റോക്കിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് അപ്പം തന്നെ മനസ്സിലായി ഇത് ഏതാണെന്നുള്ളത്. സീറോ ഗ്രോത്ത് മോഡൽ. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പറയാനുള്ള എന്താ വെച്ചാൽ 7 മെത്തേഡ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ ഏത് മെത്തേഡ് എന്ന് പറയില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യനിൽ ഏത് മെത്തേഡ് എന്നുള്ള എന്ത് ചെയ്യില്ല? പറയില്ല. ക്വസ്റ്റ്യനാണ് തരുള്ളൂ, റോ ക്വസ്റ്റ്യനാണ് തരും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവാൻ പറ്റണം? ഇത് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കാം. കാരണം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോ മെത്തേഡ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഡിവിഡൻഡ് ഉണ്ടാവില്ല. അപ്പോൾ ഏത് മെത്തേഡ്? ഡിവിഡൻഡ് ഇല്ലാത്തതിൻ്റെ മെത്തേഡിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യേണ്ടി വരിക. ഇനി കമ്പനി അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഗ്രോത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? ഗ്രോത്ത് ഉള്ള മോഡൽ. ഗ്രോത്തിൻ്റെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ പഠിക്കണത് സീറോ ഗ്രോത്ത്. അപ്പോൾ എങ്ങനെ ആര് മനസ്സിലാക്കണം ഏത് മെത്തേഡാണെന്നുള്ളത്? നമ്മൾ മനസ്സിലാക്കണം. ആര് പറയില്ല? ക്വസ്റ്റ്യനിൽ പറയില്ല. അപ്പോൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. അത് എപ്പോഴാണ് യൂസ് ചെയ്യണ്ടാ? എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? എന്താണ്? മഴ കൊണ്ടിട്ടുണ്ടാവും. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഗ്രോത്ത് ഇല്ലാത്ത സമയത്തില്ലേ? ഓക്കെ, ഇക്വേഷൻ സിമ്പിൾ അല്ലടാ.
P0 പറഞ്ഞാൽ എന്താ? P0 പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസൻറ്റിലുള്ള മാർക്കറ്റ് വാല്യൂ. എന്താണ് പ്രസൻറ്റ് മാർക്കറ്റ് വാല്യൂ? ഇനി കുറച്ച് കഴിയുമ്പോൾ ആണ് മാറും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം തന്നെ P0 എന്താണെന്നുള്ളത് പറഞ്ഞതിന് കേട്ടോ. ഇനി P1 വരും, P2 വരും, P3 ഒക്കെ വരും കേട്ടോ. അപ്പോൾ P0 പറഞ്ഞാൽ ഇയർ 0. എന്താ അർത്ഥം? ഇയർ 0, അതായത് പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ P1 പറഞ്ഞാൽ അടുത്ത വർഷം അല്ലേ? P1 പറഞ്ഞാൽ എന്താണ്? അടുത്ത വർഷം. അപ്പോൾ P0 അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. നമ്മളെന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഓഫ് എ സ്റ്റോക്ക്. എങ്ങനെ കാണുക? D/R ഇല്ലേ? അതെങ്ങനെയെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാടാ? 100 രൂപയുടെ സ്റ്റോക്ക് സെല്ലിംഗ് പ്രൈസ്, അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താ അതിനെ വിളിക്കുന്നത്? P0 എന്നല്ല വിളിക്കുന്നത്. P0 അതിന് 5% ഡിവിഡൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിവിഡൻറ്റ് എത്ര? 5 ആണെന്ന് നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ ഡിവിഡൻറ്റ് 5 ആണല്ലേ? ഡിവിഡൻറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ 6 അറിയാലേ നമുക്ക്? ഡയറക്റ്റ് എന്ത് പറയാം? 6. അപ്പോൾ ഡിവിഡൻറ്റ് എത്ര കിട്ടുക? 5. ഇനി ഇത് റിവേഴ്സ് ചെയ്യുക എങ്ങനെയാടാ? അങ്ങോട്ട് ഇൻറ്റു ആണെങ്കിൽ ഇങ്ങോട്ട് ഡിവൈഡ് അല്ലേ? 5 ഡിവിഡൻറ്റ് ഡിവൈഡ് ബൈ 6 അല്ലേ? 5% ഈക്വൽ ടു എത്രയാണ്? 100 സെല്ലിംഗ് പ്രൈസ് അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് കാണുക. എന്നാൽ അതിൻ്റെ ഇതുകളൊക്കെ എഴുതിയിട്ടില്ല നിങ്ങൾ. P0 പറഞ്ഞാൽ എന്താ? ഇൻട്രൻസിക് വാല്യൂ, അല്ലെങ്കിൽ എന്ത് വിളിക്കുക? മാർക്കറ്റ് വാല്യൂ അല്ലേ? മാർക്കറ്റ് വാല്യൂ. ഇനി ആനുവൽ ഡിവിഡൻറ്റ്. ആനുവൽ ഡിവിഡൻറ്റ് ടോട്ടൽ ആണോ? അത് ശ്രദ്ധിക്കുക കേട്ടോ. ആനുവൽ ഡിവിഡൻറ്റ് ടോട്ടൽ അല്ല, എന്താണ്? പെർ യൂണിറ്റ് ആണ്. ആനുവൽ ഡിവിഡൻറ്റ് എന്താണ്? പെർ യൂണിറ്റ്, ഒറ്റ ഒരു യൂണിറ്റിനുള്ളത്. ഓക്കെ, പിന്നെന്താണ്ട്? റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിനിമം റിട്ടേൺ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് കിട്ടേണ്ട റിട്ടേണിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് എന്ത് ചെയ്യുക? വിളിക്കുക. ഓക്കെ, ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ചെയ്യാൻ നോക്കിക്കാണി. അവിടെ ഈ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഒരു സെല്ലിംഗ് പ്രൈസ് കണ്ടാണ്, P0 കണ്ടാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം കേട്ടോ. 7% ഓഫ് പ്രിഫറൻസ് സ്റ്റോക്ക് അല്ലേ? 200 പാർ വാല്യൂലുള്ളത്. അപ്പോൾ എത്ര ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടാവുക? 200 × 7% അടിച്ചു നോക്കി. 2.8. 2.8 അല്ലേ? എത്രയാണ്? 14. 14. ഞാൻ 2% കിട്ടി. 14 അല്ലേ? അപ്പോൾ 14 ഡിവൈഡ് ബൈ എത്ര വരിക? 14 ഡിവൈഡ് ബൈ 9% അല്ലടാ 6 വരുന്നത്. ഞാൻ ചെയ്ത് നോക്കി. 155. വലിയ പണിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? 7% പ്രിഫറൻസ് സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പാർ വാല്യൂവിൻ്റെ 7% എന്ത് കൊടുക്കണമെന്ന് അർത്ഥം. നമ്മൾ ചെയ്തില്ലേ? ഇതിന് മുമ്പൊക്കെ ചെയ്താലേ ആ സാധനം തന്നെ. അത് മീൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 രൂപ ഇവർ ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് മിനിമം എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കൊടുക്കണം? 9% കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എത്ര ആവാൻ പറ്റുള്ളൂ? 155 ആവാൻ പറ്റുള്ളൂ. ഒഴിവാക്കി കടം. മൂന്നല്ലേ മുകളിൽ വരിക? ബിയുടെ 3 അല്ലേ? എത്രയാണ്? എടാ ഒന്ന് വിടറ ചെക്കനെ. അപ്പോൾ ഡയറക്റ്റ് ആണത്, വേറെ ടൈപ്പാ. അതെന്തെങ്കിലും ചെയ്യണോ? 5 ഡിവൈഡ് ബൈ 6.5 അടിച്ചോ. പെർസെൻറ്റേജ് അടിച്ചിട്ടുണ്ടാവും. പറ എത്ര? 76.9 ഇല്ലല്ലേ? എടാ രണ്ടാമത്തെ വെക്ക് ഗ്രോ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ആണ് കോമൺ സ്റ്റോക്ക് ഒക്കെ നോർമലി എങ്ങനെ കരം? കോമൺ സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് ഒക്കെ എങ്ങനെ കരം? ഈ വർഷം കൊടുത്ത് തന്നെ എല്ലാ കരം അടുത്ത വർഷം കമ്പനി ഇങ്ങനെ എന്താവും? ഗ്രോത്ത് ആവും. അപ്പോൾ ഡിവിഡൻറ്റും അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകും. അതിന് ഗ്രോത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5% എന്താവും? ഗ്രോ ആവും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ P0 തന്നെയല്ലേ കാണുന്നത്? ഇപ്പോൾ കറണ്ടിലുള്ള പ്രൈസ് തന്നെ കാണുന്നത്. പക്ഷേ ഡിക്ക് പകരം എന്താ വരിക? D1. വാട്ട് ഈസ് D1? ആദ്യം ശ്രദ്ധിക്കേണ്ട അതാണ്. അതായത് നമ്മളുടെ ഡി ഉണ്ടല്ലോ, ഡി എന്ന് പറഞ്ഞാൽ D0. നമ്മളിപ്പോൾ മുകളിലെടുത്തില്ലേ, അതിൻ്റെ ഒപ്പം എന്തും കൂടി ആഡ് ചെയ്ത് ഗ്രോത്തും കൂടി ആഡ് ചെയ്ത്. അപ്പോൾ ന്യൂമറേറ്ററിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? D1 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ഡിവിഡൻറ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ വർഷം ഒരു 5 രൂപ ഡിവിഡൻറ്റ് ഉണ്ട് വിചാരിച്ചോ. നെക്സ്റ്റ് ഇയർ ഒരു 5% എന്താവും പറഞ്ഞു?
ഗ്രോത്താന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 5+5% എത്രയെന്ന് അടിച്ചു നോക്കി. 5+5% 5.25 എത്ര ആ. അപ്പം നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് അല്ലെങ്കിൽ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ, ഇതിപ്പോൾ ഏതാണ്, ഇത് D0 അല്ലേ. കറണ്ട് ഇയർ ഡിവിഡൻഡ് പറഞ്ഞാൽ എന്താണ്, D0. നമുക്കിവിടെ ഇക്വേഷനിൽ ഏതാ വേണ്ടത്, D1. ഏത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്രോത്ത് അഡ്ജസ്റ്റ്. അപ്പം ന്യൂമറേറ്ററിൽ നിങ്ങൾ ഗ്രോത്ത് അഡ്ജസ്റ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആറിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആരെ ഒഴിവാക്കുന്നുണ്ട്, ഗ്രോത്തിനെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ കേസാണ്. ഇവിടെ എന്താണ് എന്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കമ്പനിയിൽ എന്തുണ്ട്, ഡിവിഡൻറ്റിന് ഗ്രോത്ത് ഉണ്ട്. അപ്പം മുകളിൽ നമ്മൾ ഏത് അഡ്ജസ്റ്റ് ചെയ്യും, ഗ്രോത്ത് അഡ്ജസ്റ്റ് ചെയ്യും. താഴെ എന്ത് ചെയ്യും, ഗ്രോത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അത്ര റിട്ടേൺ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അത്ര റിട്ടേൺ വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്, ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും എലമെൻറ്റ്സ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, B0 അതേപോലെ തന്നെയല്ലേ, R അതേപോലെ തന്നെയല്ലേ. ഗ്രോത്തിലല്ല വ്യത്യാസം വന്നിട്ടുള്ളത്. ആ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് അറിയണത്. D1 എങ്ങനെയാണ് കേട്ടോ, D0 പറഞ്ഞാൽ എന്താ, കറണ്ട് ഇയർ അല്ലേ. D0 പറഞ്ഞാൽ എന്താണ്, കറണ്ട് ഇയർ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ക്വസ്റ്റ്യനിൽ കറണ്ട് ഇയറും തരും എക്സ്പെക്റ്റഡും തരും. എക്സ്പെക്റ്റഡ് പറഞ്ഞാൽ എന്താടാ, അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറാണ്. എസ്റ്റിമേറ്റഡ് എക്സ്പെക്റ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാ, നെക്സ്റ്റ് ഇയർ. അപ്പം നമുക്ക് ഇവിടെ ഏതാ വേണ്ട, D1 അല്ല വേണ്ട. ഇവിടെ P0 ആണെങ്കിൽ ഇവിടെ എന്താ വരേണ്ടത്, P1. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ P1 ആണെങ്കിലോ ഇവിടെ ഏതാ D2. അത് ഇപ്പം തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചോട്ടോ. ഇപ്പം നമ്മൾ നോർമലി കാണുന്നത് ഏതാ, ഇപ്പത്തെ അല്ലേ. ഇപ്പത്തെ കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ നോർമലി തന്നെ കാണുന്നത് ഈ വർഷത്തെ. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇവിടെ എന്താ വരിക, ഇവിടെ P0 ആണെങ്കിൽ ഇവിടെ എന്താ വരേണ്ടത്, D1. ഓക്കെ, D1 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ D0 പറഞ്ഞാൽ എന്താണ്, കറണ്ട് ഇയർ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ട ഏതാണ്, D1. ഇറ്റ് മീൻസ് നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ്. എന്താണ്, നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ്. അപ്പോൾ D1 മീൻസ് എന്താണ്, നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ്. അപ്പോൾ സം ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ഡയറക്റ്റ് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഉള്ളൊരു കാര്യം പറയാലോ, വീണ്ടും അങ്ങോട്ട് ഗ്രോത്ത് അങ്ങോട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ അത് ഏതായി മാറി, D2 ആയി മാറിയില്ലേ. അപ്പോൾ തെറ്റു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ തരുന്ന ഡിവിഡൻഡ് കറണ്ട് ആണോ അല്ല നെക്സ്റ്റ് ഇയർ ആണോ എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. കറണ്ട് ഇയർ ഡിവിഡൻഡ് 2, ഗ്രോത്ത് ഒരു 5% അറിയാം. ഇപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഇക്വേഷൻ കണ്ടെങ്കിൽ 2+5% ചെയ്യണ്ടേ, നോർമലി ചെയ്യണം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ പറയാണ്, എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് 2.4. ഇനി എന്തെങ്കിലും ചെയ്യണോ, എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ്, ഇനി വരാൻ പോകുന്ന ഡിവിഡൻഡില്ലേ. അപ്പോൾ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റഡ് ആണോ അതോ കറണ്ട് ആണോ തരുന്നത് എന്നുള്ള എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ 2.4 + 5% അടിക്കൂലേ. അപ്പോൾ ആൻസർ D2 ആയി മാറൂലേ. അപ്പോൾ ആൻസർ എന്ത് ചെയ്യും, തെറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, കറണ്ട് ഇയർ ഡിവിഡൻഡ് ആണോ തരുന്നത്, നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണോ തരുന്നത് മനസ്സിലാക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ ഏതാ വേണ്ടത്, നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് അല്ലേ വേണ്ടത്, അത് മാത്രം മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അപ്പം എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാട്ടോ. ഇതിലിപ്പോൾ എന്താ തന്നിട്ടുള്ളത്, ലാസ്റ്റ് ഡിവിഡൻഡ് പറഞ്ഞാൽ പഴയ ഡിവിഡൻഡ് അല്ലേ. ഓക്കെ, അപ്പം D ഏതാണിത്, D0 അല്ലേ. നമുക്ക് ഏതാ വേണ്ടത്, D1. അപ്പോൾ 6 + ന്യൂമറേറ്റർ എങ്ങനെ വരാം, 6 + D1 / എന്താണ്, R - D അല്ലേ. ഓക്കെ, 6 + എത്ര പെർസെൻറ്റേജ്, 5%. എത്ര വരിക, 6.3 / 9 - 5 അല്ലേ. അങ്ങനെയാണെങ്കിൽ താഴെ എത്ര വരിക, 6.3 / 4% അല്ലേ. ആ, അതൊന്നും ചെയ്താണ് $155 P0. എടാ ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കട്ടോ. എടാ 2% വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടത് അറിയില്ലേ, 2നും പെർസെൻറ്റേജ് ആണ് ഒഴിവാക്കിയ പോരെ. ഇപ്പോൾ 9% - 5% അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെന്താ 9 - 5 ആണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കി കാണിങ്ങൾ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പെയ്ഡ് ഡിവിഡൻഡ് അല്ലേ, D1 ആ D0 ആണ്, ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ഏതാടാ വരിക, ഒന്ന് പറഞ്ഞാൽ. ഇത് D0 അല്ലേ. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താണ്, എക്സ്പെക്റ്റഡ് ടു പേ എന്ന് പറഞ്ഞില്ലേ. അപ്പം അത് ഏതാണ്, D1. ഇതിലെന്താ പറയുന്നത്, പെയ്ഡ് ഡിവിഡൻഡില്ലേ, അത് ലാസ്റ്റ് ഇയർ ആണെന്നും പറയുന്നുണ്ട്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ഈ വർഷം തന്നെയാണ്, നെക്സ്റ്റ് ഇയർ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ്, ഇനി ഇത് ഏതാണ്, വിൽ പേ, ഫ്യൂച്ചറിൽ പേ ചെയ്യും. അപ്പോൾ D1. ഇനി ലാസ്റ്റ് എന്താണ്, പേയിങ് എ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനി സ്റ്റാർട്ട് യൂഷ്വലി പേയിങ് എ ഡിവിഡൻഡ്, അത് ഏത് വരിക, D1. ലാസ്റ്റ് D1 ആണ്, കമ്പനി can start.
എടാ എത്രയൊക്കെ ആൻസേഴ്സ്? ഒന്നാമത്തെ ആൻസർ ഒന്ന് പറയോ? 344.5 അല്ലേ? രണ്ടാമത്തെ 3 4 ലാസ്റ്റ് 180 കറക്റ്റാ നോക്കിട്ടോ. 4.5 പ്ലസ് D1 അല്ലേ? ഇപ്പോൾ 4.5 ഡിവൈഡ് ബൈ 5 2.5% അല്ലേ? എത്ര വരിക? അഞ്ചാമത്തെ ഏതാടാ? അഞ്ചാമത്തെ 180. ഓക്കെ. ഇപ്പൊ കറണ്ട് ഇല്ലേ? അതായത് കറണ്ട് ഇയർ അല്ലെങ്കിൽ ഇയർ 0 കാണുന്നത്. ഇതുവരെ അതിൽ കണ്ട് പ്രസന്റ് ആണ്. ഇനി കാണാൻ പോകുന്നത് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് എന്ത് വാല്യൂ ഉണ്ടാവും എന്നുള്ളത്. എൻ്റെ ഒന്നടാ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വാല്യൂ ഉണ്ടാവും എന്നല്ലേ നോക്കണത്. അപ്പോൾ ഇയർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? പി ഏതാ വരികടാ? ഇയർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 അല്ലേ വരിക? ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അതിലൊരു സാധനം എഴുതി തന്നു കേട്ടോ. നിങ്ങൾ ബോർഡ് നോക്കി നോക്ക്. ആടെ ബോർഡ് നോക്കി നോക്ക്. ഇനി കൺഫ്യൂസിങ് ഒന്നുമില്ല കേട്ടോ. P0 ഈക്വൽ ടു എന്താണ്? ഇയർ 0. D0 ഈക്വൽ ടു എന്താണ്? ഇയർ 0. അത്രേ ഉള്ളൂ. അപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷേ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്? അതായത് കേട്ടോ, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ P0 കണ്ടിച്ച് ഞങ്ങൾ ഏതെടുക്കേണ്ടത്? D1 ആണ്. P1 എടുക്കണമെങ്കിൽ D2, P2 ആണെങ്കിൽ D3. അതായത് ഡിവിഡൻഡ് എപ്പോഴും നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഇയർ 2 ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഇയർ ഏതാണ്? ഇയർ 3 അല്ലേ? അപ്പോൾ D ഏതാ എടുക്കേണ്ടി വരിക? 3 എടുക്കേണ്ടി വരിക. അപ്പോൾ എന്താ ഈ ക്വസ്റ്റ്യൻക്ക് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താണിത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. ടുഡേയും കാണണം, അതുപോലെ ഏതും കാണാം, ഇയർ 3യും കാണണം. ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ബോർഡ് ശ്രദ്ധിക്കുക. ടുഡേയും കാണണം. അപ്പോൾ ടുഡേ എന്ന് പറഞ്ഞാൽ ഏത് ഇയറാടാ? ഇയർ 0 അല്ലെങ്കിൽ P0 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടുഡേ കാണുകയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? കമ്പനി പെയ്ഡ് ഡിവിഡൻറ്റ് 1.5 അല്ലേ? പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരിക? D1 D0 വരിക? ആലോചിക്ക്. പെയ്ഡ് ആണെങ്കിൽ D0. ഓക്കെ, D0 ആണ്. അതിന് നമ്മൾ ഏതൊക്കെ കൺവേർട്ട് ചെയ്യണം? D1ക്ക് ആണ്. അപ്പോൾ 1.5 പ്ലസ് ഗ്രോത്ത് എത്ര വരുന്നത്? 2% ഗ്രോത്ത് ഓരോ വർഷമുണ്ട്. ഇൻക്രീസ് ദ ഡിവിഡൻറ്റ് അല്ലേ? അതാണ് എന്ത് മീൻ ചെയ്യുന്നത്? എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് ബൈ 2% എന്നല്ലേ? അപ്പോൾ ഏതാണ് ഗ്രോത്ത് അല്ലേ? എത്ര ഉണ്ടാവുക? 1.5 ഉള്ളത് 1.5 പ്ലസ് 2% എത്രയാണ്? 1.53 ആണോ? ഓക്കെ. അപ്പോൾ ഇക്വേഷനിൽ ഇടുകയാണെങ്കിൽ 1.53 ഡിവൈഡ് ബൈ, അതായത് 10 എത്ര പോയി? 2% ചോദിക്കല്ലേ? ഇതല്ലേ റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ? ഇത് ഗ്രോത്ത് 2 അല്ലേ? R-G എത്ര %? 8%. ആൻസർ എത്ര വരിക? 19. 19.12 അടക്കട്ടെ. ഇതല്ലേ സ്റ്റോക്ക് വാല്യൂ? ഏത്? ഓക്കെ ഇതൊന്നാണെന്നല്ലേ? ഓക്കെ പറയണ്ടേ? എന്നാ ഇനി P3 ഇതിൽ പഠിക്കാനുള്ള പുതിയതല്ലേ? P3 അതായത് 3ാമത്തെ വർഷമായി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 0 അല്ലേ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്? 3ാമത്തെ വർഷം ഈ സ്റ്റോക്കിന് എത്ര വാല്യൂ ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് എന്തിനാക്കാനാണ് അനലൈസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അതായത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിക്കണവരുണ്ടാവും. അപ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൈസ് എത്രത്തോളം ആയി മാറും എന്നുള്ളത് നോക്കണം. അത് ശ്രദ്ധിക്കുക കേട്ടോ. സിറ്റുവേഷൻ്റെ യൂസും കൂടി മനസ്സിലാക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതെപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് ഫ്യൂച്ചറിൽ എന്ത് വാല്യൂ ഉണ്ടാവും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തൂലേ, അതിന് ഇനി ഭാവിയിൽ എത്ര വാല്യൂ മാറും എന്നുള്ളത് നോക്കാൻ. അപ്പൊ വർഷം ഏതാടാ? വർഷം ഏതാ? P3 അല്ലേ? P3 പറഞ്ഞാൽ ഏതാണ്? ഇയർ 3 അല്ലേ? ഇയർ 3. അപ്പൊ D4 ആണ്. അപ്പൊ D4 എങ്ങനെ ആക്കടാ? അപ്പൊ D0 അല്ലേ നമുക്ക് തന്നിക്കണ്?
1.5 അല്ലേ? ഇതിന് ഇനി പ്ലസ് എത്ര പെർസെൻറ്റേജ് ആണ്? 2% വെച്ചാൽ ഏതായി? D1 പ്ലസ് 2% വെച്ച് കഴിഞ്ഞാൽ ഏതായി? D2 പ്ലസ് 2% D3. നമുക്ക് ഏതാ വേണ്ടത് ഇവിടെ? D4 അല്ലേ വേണ്ടത്? ഓക്കെ, അപ്പോൾ പ്ലസ് 2% കൂടി അടിക്കണ്ടേ? അപ്പോൾ അത് ഏതായിട്ട് മാറും? പ്ലസ് 2% പ്ലസ് 2% പ്ലസ് 2%. എത്രയാണ്? 1. ആലോചിച്ചോ കിട്ടും. എത്ര എമൗണ്ട്? എത്ര? ഡിവൈഡ് ബൈ 8%. 20.29. ഇതല്ല ആൻസർ കിട്ടുക. ശരിയല്ലേ? ഇങ്ങനെ ഒന്നാമത്തെ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മളോട് ഏതൊക്കെ ചോദിക്കണം? അവിടെ P0 ചോദിക്കണ്ടല്ലേ? P0. അപ്പോൾ P0 എങ്ങനെയാണ് പറഞ്ഞോളി? D1 ഡിവൈഡ് ബൈ മൈനസ് G. ഇതല്ലേ? ഇനി ഇവിടെ ഏത് കാണണം? ഇയർ 3 കാണണ്ടേ? ഇയർ 3 ആണെങ്കിൽ ഏതാണ്? P3 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതാ? D ഏതാ വരിക? D4 ഡിവൈഡ് ബൈ R മൈനസ് G. എന്നാൽ ഇനി D1 എങ്ങനെയാണ്? ഇവിടെ തന്നിട്ടുള്ള ഏതാണെന്നൊന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഡിവിഡൻറ്റ് പെയ്ഡ് അല്ലേ? അപ്പോൾ ഏതായിരിക്കും? D0 ആണ്. അപ്പോൾ D1 ആക്കണം അല്ലേ? 4% കൂട്ടിയാൽ പോരെ? എത്ര വരിക? 6.24 അല്ലേ വരിക? ഓക്കെ, അത് 6 പ്ലസ് 4% അല്ലേ? ഓക്കെ, ഡിവൈഡ് ബൈ R മൈനസ് G എത്രയാണ്? 7 4 കുറക്കല്ലേ? 3%. എത്ര ആൻസർ? 208. അത് കിട്ടി. ഇനി D4 ആണല്ലേ? D4 എങ്ങനെയാണ് കാണുക? ഇപ്പം നമ്മളെ നിലവിൽ നമ്മളെ കയ്യിലുള്ള D0 അല്ലേ? D0 അതിൻ്റെ അപ്പം എത്ര കൂട്ടണം? 4% കൂട്ടണം. പിന്നെ അപ്പം D1 ആയില്ലേ? ഇനി അങ്ങനെ 4% D2 ആവും. നമുക്കിവിടെ D4 അല്ല വേണ്ട, ഇനി ഒരു 4%. അപ്പം ഏതായി? D3 ആയി. ദെൻ 4% D4. ഇങ്ങനെയല്ലേ ചെയ്യുക? എന്നായി ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടിയത്? 7.01 ആണോ? എന്നാ തെറ്റല്ലേ? ഇനി ഡിവൈഡ് ബൈ 3%. എത്രയാണ്? 200.97. അത് കിട്ടി. എന്നാൽ അതിൻ്റെ ആൻസർ എത്ര? ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ ആൻസർ ഇവിടെ എക്സ്പെക്റ്റഡ് ടു പേ എന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഏതാടാ? കയ്യിലുള്ള ഇപ്പോൾ ഏതാ? D1 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്കിത് കാണണമെങ്കിൽ P4 അല്ലേ? D5 ഡിവൈഡ് ബൈ R മൈനസ് G. ഓക്കെ, അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് മിസ്റ്റേക്ക് വരിക. കയ്യിലുള്ള ഏതാണ്? D1. അപ്പം ഇനി ഇതിന് എന്താക്കിയായി? D2 ആക്കി, D3, അതുപോലെ D4, D5. അങ്ങനെയാണെങ്കിൽ എത്ര പ്രാവശ്യം അടിക്കേണ്ടുള്ളൂ? 4 പ്രാവശ്യം. പക്ഷെ വർഷം ഏതാക്കണ്ട്? 5 ആക്കണ്ട്. പക്ഷെ നിങ്ങളെ കയ്യിലുള്ള ഏതാ? D1. അപ്പം D2. ഇനി D1 ഏതൊക്കെയാക്കണ്ട്? D2, D3, D4, D5. എത്ര പ്രാവശ്യം അടിക്കേണ്ടുള്ളൂ? 4 പ്രാവശ്യം അടിക്കേണ്ടുള്ളൂ. അപ്പം എത്ര ആൻസർ വരുമോ? 5 പ്ലസ് 6.08 ഡിവൈഡ് ബൈ 4% ഈക്വൽ ടു 150.94. ഓക്കെ, ഇനി ഇതിലേതാ തന്നിട്ടുള്ളത്? പെയ്ഡ് അല്ലേ? സിമ്പിൾ അല്ലേ? പെയ്ഡ് ആകുമ്പോൾ ഏതാ? D ഏതാ വരിക? D0 അല്ലേ വരിക? D0. നമുക്ക് P2 ആണ്ടില്ലേ? P2 ആണെങ്കിൽ എന്താ വരിക? ഡിവൈഡ് ബൈ R മൈനസ് G അല്ലേ? ഓക്കെ, എത്ര? D3 എത്ര? ഡിവൈഡ് ബൈ 2%. ആൻസർ എടാ അത് എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇനി എന്താ പഠിക്കാൻ പോകുന്നത്? ഡിവിഡൻറ്റ്. എന്താണ് ആ മെത്തേഡിൻ്റെ പേര്? എല്ലാവരും ശ്രദ്ധിക്കാട്ടോ, വോയിസ് ശ്രദ്ധിക്കുക. ഡിവിഡൻറ്റ് പ്ലസ് എക്സ്പെക്റ്റഡ് സെയിൽസ് പ്രൈസ് അല്ലേ? ഡിവിഡൻറ്റും തരും, അതുപോലെ എക്സ്പെക്റ്റഡ് സെയിൽസ് പ്രൈസും തരും. അതായത് D1 ഉണ്ടല്ലോ, D1 അതായത് ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. D1 പറഞ്ഞാൽ തന്നെ എന്താടാ? കമ്പനിയിൽ എന്തുണ്ട്? ഗ്രോത്ത് ഉണ്ട്. കാരണം D0 ഗ്രോത്ത് ആഡ് ചെയ്താണ് ഏത്? D1. അപ്പോൾ കമ്പനിയിൽ എന്തുണ്ട്? ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഡിവിഡൻറ്റ് എന്താവുന്നുണ്ട്? ഗ്രോ ആവുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് യെല്ലോ ഹൈലൈറ്റ്സ് ഉണ്ടോ? നെക്സ്റ്റ് ഇയർ ഡിവിഡൻറ്റും തരും, അതുപോലെ നെക്സ്റ്റ് ഇയറത്തെ സ്റ്റോക്കിൻ്റെ എന്തും തരും? പ്രൈസും തരും. അതായത് P1 ഉണ്ടല്ലോ, P1 പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ അല്ലടാ, നെക്സ്റ്റ് ഇയറത്തെ തരും. പക്ഷേ എന്ത് തരില്ല? പച്ചിലു ഗിവ് ഡസ് നോട്ട് ഗിവ് ആൻ എക്സ്പെക്റ്റഡ് ഗ്രോത്ത്. അപ്പോൾ കമ്പനീൻ്റെ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നില്ല? അത് തരും. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നിട്ട് ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എന്ത് തരും? D1 തരും.
അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് ഇയർ ആനുവൽ ഡിവിഡൻഡ് പറഞ്ഞിട്ട് ഒരു 5 തരിക. അപ്പോൾ നമുക്ക് മനസ്സിലായി കമ്പനിയിൽ എന്തുണ്ട്, ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ നമുക്ക് മറ്റു മെത്തേഡ് ചെയ്യാൻ പറ്റുമോ? അവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് ചെയ്യണമെങ്കിൽ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് വേണ്ടേ, കാരണം R-G ചെയ്യണ്ടേ. R-G ചെയ്യാൻ എന്തില്ല, G ഇല്ല. അപ്പോഴാണ് ഏത് യൂസ് ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, P1 ഉണ്ടാവും, അതുപോലെ D1 ഉണ്ടാവും, അതുപോലെ R ഉണ്ടാവും. പക്ഷെ എന്തുണ്ടാവില്ല, ഗ്രോത്ത് എന്ന സാധനം എന്ത് ഉണ്ടാവില്ല. അപ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂല നമുക്ക്? രണ്ടാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്താ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ P0 = D1 ഇല്ലേ, ഉണ്ട്. R ഉണ്ടല്ലേ, പക്ഷെ ആരില്ല, G ഇല്ല. അപ്പോൾ ഏത് മെത്തേഡ് നടക്കൂല, രണ്ടാമത്തെ മെത്തേഡ് നടക്കൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? ഇപ്പോൾ ഈ പഠിക്കണ മൂന്നാമത്തെ മെത്തേഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ സിറ്റുവേഷൻ ടു യൂസ് അത് മനസ്സിലാക്കി വെക്കുക. എപ്പോഴാണ് ക്വസ്റ്റ്യൻ റോ ആക്കരം, ക്വസ്റ്റ്യൻ ഡാറ്റ എങ്ങനെ തരും, എന്നിട്ട് കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യണം, ഇത് ഏത് മെത്തേഡാണെന്നുള്ളത് ഐഡൻറ്റിഫൈ. ഒന്നാമത്തെ മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീൻ്റെ ഡിവിഡൻറ്റിന് എന്തില്ല, ഗ്രോത്ത് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്, കമ്പനിയുടെ ഡിവിഡൻറ്റിന് എന്തുണ്ട്, ഗ്രോത്ത് ഉണ്ട്. അതും കോൺസ്റ്റൻ്റ് ആയിട്ടില്ല, എല്ലാ വർഷവും ഒരേപോലെ എന്താണ്, ഗ്രോത്ത് ഉണ്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്താണ്, ഗ്രോത്ത് ഉണ്ട് പക്ഷേ എന്ത് തരില്ല, ഗ്രോത്ത് തരില്ല. എങ്ങനെ ഗ്രോത്ത് ഉണ്ട് മനസ്സിലാവും, D1 കണ്ടതിനെ അല്ലേ, D1 കണ്ടതിന് എന്ത് മനസ്സിലായി, ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത് നെക്സ്റ്റ് ഇയർ ആനുവൽ ഡിവിഡൻറ്റ് തന്നിക്കണമെന്നാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എടുത്തു പറയും കമ്പനിക്ക് എന്തുണ്ട്, ഗ്രോത്ത് ഉണ്ട് പക്ഷെ എന്ത് തരില്ല, പെർസെൻറ്റേജ് തരില്ല. ഓക്കെ. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണം, മനസ്സിലാവണം കേട്ടോ. ഓക്കെ. എന്നാൽ അവിടെ ക്വസ്റ്റ്യൻ തന്നു ഇവിടെ ഇരിക്കണോ നിങ്ങൾ? എന്നാ ഇരിക്കണി ഇതേ ക്വസ്റ്റ്യൻ എഴുതാത്. എന്നാൽ ക്വസ്റ്റ്യൻ എഴുതണതിന് മുമ്പ് ഒന്ന് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. വിൽ പേ എന്നല്ല പറഞ്ഞത്, വിൽ പേ ആണെങ്കിൽ ഏതാടാ, D1. എന്താണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ P0 = D1 + P1 / 1 + R അല്ലേ, 1 + R. ഓക്കെ. എന്നാൽ എങ്ങനെ ഇതൊക്കെ ഇക്വേഷൻ കിട്ടുക, D1 ഓൾറെഡി തന്നില്ലേ, അപ്പം ഇനി എത്ര 4.25 അല്ലേ, പ്ലസ് എത്രയാണ് P1 അല്ലേ. എക്സ്പെക്റ്റഡ് പ്രൈസ് പറഞ്ഞാൽ ഏതാണ്, P1 ആയില്ലേ. എക്സ്പെക്ട് ചെയ്യുക പറഞ്ഞാൽ എന്താ, നെക്സ്റ്റ് ഇയറില്ലേ. അപ്പോൾ P1 എത്ര, 65. ഇനി R- ഏത് വരുന്നത്, അല്ലെങ്കിൽ 1 + R അല്ലേ വരുന്നത്. അപ്പോൾ 1 + ഇനി 6 അല്ലേ, ഇത് പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ എഴുതുക ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ എഴുതുക, നമുക്ക് 9% എന്ന് എഴുതാൻ പറ്റൂല, 0.09 ഇങ്ങനെ എഴുതുക. പെർസെൻറ്റേജ് ഇത് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക, × 100 അടിക്കണേ /100 അടിച്ചായി. ഓക്കെ. അപ്പോൾ എത്ര വരികടാ, 45 65 + 4.25 69.25 1/09 1.09 63 സംതിങ് 63.53. അപ്പോൾ ഇത് വളരെ റയറായിട്ടേ ചോദിക്കലുള്ളൂ, പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സിറ്റുവേഷൻ ടു യൂസ് അതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രോത്ത് ഉണ്ട് പക്ഷെ എന്ത് തരില്ല, ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് എന്ത് ചെയ്യില്ല, തരില്ല. അപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യേണ്ടത് വലിയ ടഫൊന്നുമില്ല കേട്ടോ. എടാ ഈ മെത്തേഡ് എന്തില്ല, ഇപ്പം നേരത്തെ പഠിച്ച പോലെ തന്നെ ടഫും കാര്യങ്ങളൊന്നുമില്ല. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നോ ഡിവിഡൻഡ് മോഡൽ, അതായത് കമ്പനി എന്ത് കൊടുക്കണില്ല, ഡിവിഡൻഡ് കൊടുക്കണില്ല, എന്നാലും പ്രൈസ് നമുക്ക് കാണണമല്ലോ. ഇപ്പം ഇത്രയും നേരം നമ്മൾ ഡിവിഡൻഡ് വെച്ചിട്ടല്ലേ പ്രൈസ് ഉണ്ട്, ഇപ്പം എന്തില്ല, ഡിവിഡൻഡ് തന്നെ കൊടുക്കണില്ല. കമ്പനിയുടെ ഏണിങ്സ് ഒക്കെ ഗ്രോത്ത് ആവുന്നുണ്ട് പക്ഷെ കമ്പനി എന്ത് കൊടുക്കണില്ല. നമ്മൾ പറഞ്ഞില്ലേ ഏത് പോളിസിയാണ് ഇപ്പോൾ, എടാ ഏത് പോളിസിയാണ്, നമ്മളൊരു പോളിസി മേടിച്ചില്ലേ ഓർമ്മയുടെ നിങ്ങൾക്ക്, റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി പറഞ്ഞ സാധനമല്ലേ. അതാവുമ്പോൾ കമ്പനി നോർമലി എന്ത് കൊടുക്കൂല, ഡിവിഡൻഡ് കൊടുക്കൂല. അപ്പോൾ അങ്ങനത്തെ കമ്പനികൾക്കൊന്നും ഡിവിഡൻഡ് പറഞ്ഞിട്ട് പുറത്തേക്ക് കാണാണ്ടാവില്ലല്ലോ. അവിടെ നമുക്ക് ഏതാ പിന്നെ നമ്മൾ എടുക്കാൻ പോണത്, E1 അതായത് ഏണിംഗ് പെർ ഷെയർ ഉണ്ടല്ലോ, അതാണ് എടുക്കാൻ പോണത്. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ എന്താ കാര്യം, P0 = E1 ആണ് കേട്ടോ. ശ്രദ്ധിക്കണം, ഈ ഏതാണ് 1, ഈ 1 പറഞ്ഞാൽ ഏതാണ്, അടുത്ത വർഷമല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് നെക്സ്റ്റ് ഇയർ EPS ആണ് യൂസ് ചെയ്യേണ്ടത്. ഡിവൈഡ് ബൈ എന്ത് തന്നെയാണ്, ഡിയുടെ വരെ ആര് വരും, E വരും. അത്രേ ഉള്ളൂ. എന്തേ പഠിക്കേണ്ടുള്ളൂ, ഡിയുടെ വരെ ആര് വരും, E വരും. ഡിവിഡൻറ്റിൻ്റെ വരെ ഏണിങ്സ് വരും. കാരണം എന്ത് കൊടുക്കണില്ല, കമ്പനി ഡിവിഡൻഡ് കൊടുക്കണില്ല. അപ്പോൾ പറയും ഈ ക്വസ്റ്റ്യനിൽ എന്ത് പറയും, ഡിവിഡൻഡ് ഉണ്ടാവില്ല. ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവില്ല, ഡിവിഡൻഡ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും എക്സ്ട്രീം ക്വസ്റ്റ്യൻ വരിക ഏതാ വെച്ച് കഴിഞ്ഞാൽ IAC തരും, തരും, പിന്നെ ഏതും തരും, റാങ്ക്സും തരും. എക്സ്ട്രീം ക്വസ്റ്റ്യൻ കേട്ടോ, നോർമൽ കേസല്ല. ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻ തരികയാണ്, ഇത് തരും. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് കാണേണ്ടി വരും, EPS കാണേണ്ടി വരും. ഇനി EPSൻ്റെ ഒപ്പം എന്ത് ആഡ് ചെയ്യേണ്ടി വരും, ഗ്രോത്ത് ആഡ് ചെയ്തിട്ട് എന്താക്കേണ്ടി വരും,
ഈ 1 ആക്കേണ്ടി വരും. ഇതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഏത് തരും? ഈ 0 തരും. നിങ്ങളിത് എന്താക്കേണ്ടി വരും? ഈ 1 ആക്കേണ്ടി വരും. D0 D1 ആക്കിയില്ലേ? അതേപോലെ തന്നെ ഇവിടെ ഡിവിഡൻറ്റിൻ്റെ ഗ്രോത്ത് അല്ല കേട്ടോ, കമ്പനിയുടെ ഗ്രോത്ത് ആയിരുന്നു. അതൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. കാരണം ഡിവിഡൻറ്റിൻ്റെ ഗ്രോത്ത് തന്നിട്ട് കാര്യമില്ലല്ലോ, ഡിവിഡൻറ്റ് കൊടുക്കണില്ലല്ലോ. അപ്പം നമുക്ക് ഗ്രോത്ത് പറഞ്ഞ് തരുന്നത് ഏതാണ്? ഈ ഗ്രോത്ത് റേറ്റ് ഏതിൻ്റെയാണ്? കമ്പനിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഗ്രോത്താണ് എന്ത് ചെയ്യുന്നത്? തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യടാ? E1 / R-G അല്ലേ? D1 / R-Gയുടെ പകരം E1 / R-G. അപ്പോൾ നമുക്ക് നോക്കാം. E1 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണം എന്താടാ? EPS 5 നല്ലതാണ് ടുഡേ. അപ്പോൾ ഇത് ഏതാടാ? ശ്രദ്ധിക്കട്ടോ, ഇപ്പം ഇത് ഏതാണ്? EPS 5 ടുഡേ ആണല്ലേ, പ്രസന്റ് ആണ്. അപ്പോൾ ഇത് ഏതാടാ? ഏതാ വരിക? E0. നമുക്ക് ഏതാ വേണ്ടത്? E1ക്ക് മാറ്റാനുള്ളത്. അപ്പോൾ 5 പ്ലസ് എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? 6%. ഈക്വൽ ടു എത്രയാണ്? 5.3. അപ്പോൾ 5.3 ഡിവൈഡ് ബൈ R-G അല്ലേ? ഈക്വൽ ടു 176.6. ഇത്ര ഉള്ളല്ലോ. നോക്കിക്കോട്ടോ, അത് റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ? ഇപ്പം നമ്മൾ എല്ലാ ഇക്വേഷനിലും D/R എന്നൊക്കെ ഇക്വേഷൻ യൂസ് ചെയ്യണില്ലേ? അപ്പോൾ ഈ 6 പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ ബോയ്സ് ശ്രദ്ധിച്ചാ എടാ, 6 പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങോട്ട് തരുമല്ലേ? 6 എവിടെ ഉണ്ടാവും? ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? ഇനി 6 കാണാനുള്ള ഒരു മെത്തേഡാണ് ഏത് എന്ന് പറയുന്നത്? CAPM അറിയണത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും? 6 കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഏത് ഇടേണ്ടി വരും? ഇക്വേഷനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഇടേണ്ടി വരും. അപ്പോൾ റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാണാനുള്ള ഇക്വേഷനാണ് ഇത് CAPM. അപ്പോൾ ഈ മെത്തേഡിൽ എങ്ങനെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക കഴിഞ്ഞാൽ CAPM 6 എത്രയെന്ന് ചോദിക്കും, റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയെന്ന് ചോദിക്കും. പിന്നെ അത് വെച്ചിട്ട് എന്ത് ചെയ്യാനുണ്ടാവും? നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് ഏതൊക്കെയാണ്? ഒരു ഗ്രോത്തിൻ്റെ ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് മോഡലാണ് നോർമലി യൂസ് ചെയ്യൽ. ഏതാ യൂസ് ചെയ്യൽ? ഗ്രോത്ത് മോഡൽ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ P0 കാണണമെങ്കിൽ നമ്മൾ എന്താണ് ഇക്വേഷൻ? D1 / R-G. ഇപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് D തരും, അതുപോലെ R തരും, G ഒക്കെ തരികയല്ലേ ചെയ്യണത്. ഇതിന് പകരം ഏത് ഉണ്ടാവില്ല? R ഉണ്ടാവില്ല. അതിന് പകരം ഏതൊക്കെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ RF, ബീറ്റ, RM, RF ഒക്കെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ തരിക. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഏത് കാണേണ്ടി വരും? 6 കാണേണ്ടി വരും. അതെ, RRRൻ്റെ ഷോർട്ടാണ് ഏത്? 6. അപ്പോൾ ഏത് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യണം? 6 കാൽക്കുലേഷൻ ചെയ്യുക. എങ്ങനെ 6 കാൽക്കുലേഷൻ ചെയ്യുക? RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. ഓക്കെ, അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഇക്വേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. വേറെന്ന് പറഞ്ഞിട്ട് പറയണോ, എന്താണ് RF പറഞ്ഞു കഴിഞ്ഞാൽ? റിസ്ക് ഫ്രീ റേറ്റ്. അതായത് ട്രഷറി ബില്ല് നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റിയാണ് ഏറ്റവും എന്ത് കുറഞ്ഞത്? റിസ്ക് കുറഞ്ഞത്. അപ്പം മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ RF കിട്ടണം. RF പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റിൻ്റെയെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ട്രഷറി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയെങ്കിലും ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? റിട്ടേൺ എന്ത് ചെയ്യണം? കിട്ടണം. ഓക്കെ, അപ്പോൾ RF പറഞ്ഞാൽ എന്താ? റിട്ടേൺ. ബീറ്റ പറഞ്ഞാൽ എന്താടാ? സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ ബീറ്റ കോഫിഷ്യൻ്റ് പറഞ്ഞത്. അതായത് മാർക്കറ്റ് റിസ്ക്. എന്താണ്? മാർക്കറ്റ് ഇപ്പോൾ നമ്മളെ സെക്യൂരിറ്റിയും മാർക്കറ്റും തമ്മിലുള്ള കണക്ഷനാണ് എന്ത് പറയുന്നത്? ബീറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ സെക്യൂരിറ്റി നല്ല റിസ്ക് ആണെങ്കിൽ നമുക്ക് ബീറ്റ എന്താ കാരം? നല്ലോണം കൂടുതൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലാണ്. മാർക്കറ്റ് റിസ്ക് നമ്മളെ സ്റ്റോക്കും എന്താണ്? ഈക്വലാണ്. ഇനി 1ൻ്റെ മുകൾക്കൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് റിസ്ക് എന്താണ്? നമ്മളെ സ്റ്റോക്കിന് നല്ലോണം കൂടുതലാണ്. ഇനി എന്താ RM? മാർക്കറ്റ് റിട്ടേൺ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്കുമ്പോൾ കിട്ടേണ്ട റിട്ടേണിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ മാർക്കറ്റ് റിട്ടേൺ എന്ന് വിളിക്കുന്നത്. എന്താ RRR? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിക്വേർഡ് റേറ്റ്. അത് എത്രയിലാണ് നോക്കുന്നത്? ഏറ്റവും മിനിമം. ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും മിനിമം റിട്ടേണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കിയോ നിങ്ങൾ? RM മൈനസ് RF ബാക്ക് നോക്കാട്ടോ. RM മൈനസ് RF ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റിട്ടേണിന് എന്ത് കുറക്കാണ്? റിസ്ക് ഫ്രീ റേറ്റ് എന്ത് ചെയ്യാണ്? കുറക്കാണ്. എന്നിട്ട് അത് എന്ത് ചെയ്യാണ്? മാർക്കറ്റ് റിസ്ക്കുമായിട്ട് എന്ത് ചെയ്യാണ്? ഇൻറ്റു ചെയ്യല്ലേ? ബീറ്റയായിട്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു സെക്യൂരിറ്റിമെന്ന് കിട്ടേണ്ട റിട്ടേൺ കിട്ടി. പക്ഷേ ഏത് കുറച്ചുകൂടി ഓൾറെഡി RF കുറച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഏതൊരു സെക്യൂരിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടണം എന്നുണ്ട്? RF കിട്ടണം എന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതല്ല ഇക്വേഷൻ. അതിനെന്താ വിളിക്കുക? ബീറ്റ ഇൻറ്റു RM മൈനസ് RF പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് പ്രീമിയം. നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാത്രമായി കിട്ടേണ്ട റിട്ടേൺ അതിനാണ് എന്ത് വിളിക്കുക? റിസ്ക് പ്രീമിയം. ഇനി നമുക്കറിയാം ഏതൊരു
സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ RF എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് കിട്ടണം എന്നല്ലേ. അപ്പോൾ എന്താണ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റിട്ടേൺ. എന്താണ് മിനിമം റിട്ടേൺ ഫ്രം ദാറ്റ് സ്റ്റോക്ക്, ആ സ്റ്റോക്ക് വന്ന് കിട്ടേണ്ട മിനിമം റിട്ടേൺ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു 5%. എത്ര പെർസെൻറ്റേജാണ്? 5%. ഏതെന്ന് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് ഉണ്ടല്ലോ അതുമെന്ന് മാത്രം എത്ര കിട്ടണം? 5% കിട്ടണം. ഇനി അതിൻ്റെ ഒപ്പം ഒരു RF കൂടിയും കൂട്ടണില്ലേ മുകളിലൊക്കെ, അതിൻ്റെ ഒപ്പം എന്തെങ്കിലും കൂട്ടുന്നുണ്ട്, ഒരു RF കൂടിയും കൂട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം എന്ത് കിട്ടണം, ആ ഒരു റിസ്ക് ഫ്രീ റേറ്റ് എന്ത് ചെയ്യണം, കിട്ടണം. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് 5 കിട്ടണം. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എത്ര കിട്ടണം? 5 കിട്ടണം. പിന്നെ ഏതൊരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു 3 വിചാരിച്ചോ, റിസ്ക് ഫ്രീ റേറ്റ് എത്ര കിട്ടണം? 3 കിട്ടണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ടോട്ടൽ മിനിമം കിട്ടേണ്ട എത്ര പെർസെൻറ്റേജ് ആകാരം? 8%. ഇത് 3%. RF എത്ര? 3%. ഇനി നമ്മളുടെ സ്റ്റോക്ക് മതി നമുക്ക് കിട്ടാൻ പോകണ എത്രയെന്ന് പറഞ്ഞത് 5%. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ മിനിമം എത്ര കിട്ടണം എന്നാണ് അറിയണത്? ജസ്റ്റ് 8% കിട്ടണതാണ്. ഇനി ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം നമ്മൾ ഏതിൽ പഠിക്കും? ഇൻഡെപ്ത് ആയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞ ടോപ്പിക് ഉണ്ടല്ലോ, അതിൽ ഓരോന്ന് മുറിച്ചിട്ട് എന്ത് ചെയ്യും, പഠിക്കും. ഇതിനകം ഡെപ്ത് ആയിട്ട് എന്ത് ചെയ്യും, പഠിക്കും. അപ്പോൾ 2 ടേംസ് ഇവിടെ പഠിച്ചു കേട്ടോ. RM പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് റിട്ടേൺ. ക്വസ്റ്റ്യൻ ചോദിക്കും RM പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് റിട്ടേൺ. ബീറ്റ പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ ബീറ്റ കോഫിഷ്യൻറ്റ്. പിന്നെ എന്താ RF പറഞ്ഞാൽ എന്താണ്? റിസ്ക് ഫ്രീ റേറ്റ്. പിന്നെ ഈ ഒരു സാധനം പഠിക്കാനുള്ള ഒരു ഹൈലൈറ്റ് പറഞ്ഞുതരാം. വലിയ പേരിന് ചെറിയ ഇക്വേഷൻ എന്ന് പഠിച്ചാൽ വലിയ പേരിന് എന്ത് വരിക? ചെറിയ ഇക്വേഷൻ. അപ്പം മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ വലിയ പേരല്ലേ, അതിനെന്ത് വരിക? RM മൈനസ് RF. ഇനി ചെറിയ പേരേതാ? റിസ്ക് പ്രീമിയം അല്ലേ. അപ്പം എന്താണ്? ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അങ്ങനെ പഠിച്ചാൽ വലിയ പേരിന് എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ എന്തായാലും നമുക്കറിയാലോ, പക്ഷെ മാറിപ്പോവും. അതാ പ്രശ്നം. രണ്ടിൻ്റെ പേരിൽ എന്തുണ്ട്? റിസ്ക് പ്രീമിയം എന്നുണ്ട്, ഒരു മാർക്കറ്റിൻ്റെ വ്യത്യാസമുള്ളല്ലോ. അപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം, പക്ഷെ എന്ത് മാറിപ്പോവും, നമ്മൾ യൂസ് ചെയ്യേണ്ടത് ചെയ്യും മാറിപ്പോവും. അപ്പോൾ വലിയ പേരാണെങ്കിൽ എന്ത് ഇക്വേഷനാണ്? ചെറിയ ഇക്വേഷൻ. വലിയ പേരേത് വരുന്നത്? മാർക്കറ്റ് റിസ്ക് പ്രീമിയം അല്ലേ. അപ്പോൾ എന്താ പറയുക? ചെറിയ ഇക്വേഷൻ RM മൈനസ് RF. ഇനി ചെറിയ പേരേത് വരുന്നത്? റിസ്ക് പ്രീമിയം. അപ്പോൾ വലിയ ഇക്വേഷൻ ആണല്ലേ, ബീറ്റ ഇൻറ്റു RM മൈനസ് RF. എന്നാൽ അതൊന്ന് എഴുതിയെടുത്ത് നോക്കണം, നിങ്ങൾ എഴുതിയെടുത്ത് നോക്കണമല്ലോ. എന്നാൽ താഴെ ക്വസ്റ്റിന് ഒന്ന് നോക്കി കാണി, നിങ്ങൾ പറഞ്ഞാണി. നമ്മളോട് ഇവിടെ കാണാൻ പറയുന്നത് ഏത് മെത്തേഡ് അതിൽ യൂസ് ചെയ്യുക, അതൊക്കെ കേട്ടെ, അവിടെ കേട്ടെ. നമ്മളിത് ഏത് മെത്തേഡിലാണ് യൂസ് ചെയ്യണടാ? ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ തരിക? ഇവിടെ എന്താ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ P0 ഈക്വൽ ടു എന്താടാ? P0 ഈക്വൽ ടു ഡിവൈഡ് ബൈ R മൈനസ് G. പക്ഷെ ഇവിടെ ആരുണ്ടാവില്ല, R ഉണ്ടാവില്ല. അപ്പോൾ R കാണണ്ടേ? എങ്ങനെ R കാണാം? CAPM അല്ലേ. എന്താ ഇക്വേഷൻ? RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. ഇന്ന് ഞങ്ങൾ പറഞ്ഞാണ് ബാക്കിൽ നിന്നാണ് ചെയ്യുക. കാൽക്കുലേറ്റർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുക? ബാക്കിൽ നിന്ന് ചെയ്യുക. പിന്നെ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് എടുക്കാൻ പാടില്ല? പെർസെൻറ്റേജുകൾ എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. പെർസെൻറ്റേജ് വരെ ജസ്റ്റ് 5, 4 എന്നുള്ള എന്ത് ചെയ്യുക? ടേംസ് എടുക്കുക. അപ്പോൾ RM മൈനസ് RF എവിടുന്നാണ് നമ്മൾ ചെയ്യുക? നോർമലി ബാക്കിൽ നിന്ന് ചെയ്യുക. RM മൈനസ് RF പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇതിലേതാ RM? മാർക്കറ്റ് റിട്ടേൺ അല്ലേ RM. അപ്പോൾ 5.5 മൈനസ് RF എത്രയാണ്? RF എത്രയാടാ? 1.5. അത് എത്രയാണ് ഒന്ന് പറഞ്ഞാണി? 4 അല്ലേ. 4 ഇൻറ്റു ബീറ്റ അല്ലേ. 4 ഇൻറ്റു ബീറ്റ എത്രയാണ്? ബീറ്റ എത്രയാടാ? 0.8 അല്ലേ. 0.8 എത്രയായി? 3.2 പ്ലസ് 1.5 അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര വരിക? ഈക്വൽ ടു ചെയ്ത് നോക്കി നോക്കി 4.7% അല്ലേ. അതായത് ഇങ്ങനെ പ്ലസ് ചെയ്ത് പോയാൽ മതി, പെർസെൻറ്റേജ് ഇടരുത്. പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ തെറ്റും. എപ്പോൾ ഫൈനൽ ആൻസറിൽ മാത്രം എന്തിട്ടായി? ഒക്കെ പെർസെൻറ്റേജുകളല്ലേ. RM പെർസെൻറ്റേജ് അല്ലേ, RF പെർസെൻറ്റേജ് അല്ലേ, ഒക്കെ പെർസെൻറ്റേജ് ആണ്. എന്നാൽ ഒന്ന് കൺക്ലൂഡ് ചെയ്താണ് ആദ്യം. നമ്മളെവിടുന്ന കാൽക്കുലേഷൻ ചെയ്യുന്നത് ജസ്റ്റ് അതിലേക്ക് ഇതാ. എൻ്റെ ഐറ്റാ എൻ്റെ നീ എന്തൊക്കെയാ പറയുന്നത്?
ആ 1.5. എടാ പോടാ കളി അവള് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ അവിടെ മാറിയിട്ട്. എനിക്ക് ഇപ്പോഴും 4.8 തന്നെ. അയ്യോ ഒന്ന് അടിയാണ് ഇവിടെ. നമ്മൾ അബദ്ധാണ് വിചാരിച്ച് നമ്മൾ വിട്ടുകൊടുക്കുക. അപ്പോൾ പിന്നെയോളാ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ മെയിൻ ഇക്വേഷൻ കിട്ടാണ് ഇതുവരെയുള്ള നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമുള്ളൂ. ആ നോക്കട്ടെ. ഇത് D0 ആണല്ലേ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഗ്രോ ചെയ്യിപ്പിക്കണല്ലേ? എന്താടാ 37.7. ആ ഒക്കെ പെർസെൻറ്റേജ്. ബീറ്റ മാത്രമേ ഉള്ളൂ പെർസെൻറ്റേജ് അല്ല. അത് നമുക്കൊക്കെ എമൗണ്ട് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ലാസ്റ്റത്തെ മാത്രം എന്താക്കി എടുക്കുക പെർസെൻറ്റേജ് ആണ്. കുറച്ചധികം കാൽക്കുലേഷൻ ചെയ്യാണ്ട് കാൽക്കുലേറ്റർ ചെയ്യും ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്ററിൽ തന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യും ചെയ്യാം. ഇവിടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്താ അതിൻ്റെ പേര് നോക്കിയത്? 2 സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലില്ലേ. 2 സ്റ്റേജസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ എന്ത് ചെയ്യണം. ഓക്കെ എടാ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. നല്ല സ്കോറും എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ഗ്രോത്ത് 2 രീതിയിലുണ്ടാവും. ആദ്യം ഗ്രോത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോയിങ് എങ്ങനെയാണ്, റാപ്പിഡ്ലി ഗ്രോ ചെയ്യും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വർഷമൊക്കെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും, അത് സ്ലോ ഡൗൺ ആവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Year 1, Year 2, Year 3, ദെൻ ആഫ്റ്റർ Year 3 അങ്ങോട്ട് Year 4, Year 5 അങ്ങനെ പോകില്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ഇയറിൽ ഒരു 15% വിചാരിച്ചോ. എത്ര പെർസെൻറ്റേജാണ് ഗ്രോത്ത് ഉള്ളത്? 10. അപ്പോൾ ഡിവിഡൻറ്റ് ആദ്യത്തെ വർഷം എത്രയാണ് ഗ്രോ ചെയ്യുന്നത്? 15 വർഷം. രണ്ടാമത്തെ വർഷം എത്ര തന്നെയാണ്? 15%. പക്ഷേ മൂന്നാമത്തെ വർഷത്തിൻ്റെ അവിടെ ദെൻ ആഫ്റ്റർ എത്രയ്ക്കായി കുറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5% കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഗ്രോത്ത് 1% എടുക്കാൻ പറ്റില്ലല്ലോ. അതായത് ടു ഗ്രോത്ത്സ് ഉണ്ട്. എന്താ പറയുക, 2 ഗ്രോത്ത്സ് ഉണ്ട്. അതായത് റാപ്പിഡ് ആയിട്ടുള്ളൊരു ഇൻക്രീസും പിന്നെ അത് സ്റ്റേബിൾ ആവുകയും ചെയ്യും. ഫസ്റ്റ് എങ്ങനെ ചെയ്യുക, ഫസ്റ്റ് റാപ്പിഡായിട്ട് അങ്ങോട്ട് ഹൈക്ക് ആവും ഗ്രോത്ത്, പിന്നെ എന്താവും സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ. അപ്പോൾ തേർഡ് ഇയറിന് ദെൻ ആഫ്റ്റർ എങ്ങനെ പോകണത്, പിന്നെ അങ്ങോട്ട് കാലാകാലം എങ്ങനെ തന്നെയാണ് ആ 5% തന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് D1 / R - G എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്രോത്ത് എന്തല്ല, ഒന്നല്ല. എത്ര ഗ്രോത്ത് ഉണ്ട്? 2 ഗ്രോത്ത് ഉണ്ട്. അപ്പോഴാണ് സിറ്റുവേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എപ്പോഴാണ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? ഗ്രോത്ത് എന്ത് തന്നിട്ടുണ്ടാവും? 2 ഗ്രോത്ത് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റത്തെ 2 വർഷം എന്തുണ്ടായിരുന്നു? 15% ഉണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ എത്രയായി മാറി? ജസ്റ്റ് ഒരു 5% മാറി എന്ന് ആര് പറയും? ക്വസ്റ്റ്യനിൽ പറയും. അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? 2 സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ സിറ്റുവേഷൻ മനസ്സിലായാലോ? ആദ്യത്തെ 2-3 വർഷം എന്താണ്, നല്ല ഹൈക്കാണ്, ഡിവിഡൻഡ് നല്ല എന്താവുണ്ട്, ഗ്രോ ആവുന്നുണ്ട്. പിന്നെ കമ്പനി കുറച്ച് എന്തായി, ഒരു സ്ലോലി ഗ്രോത്തിക്ക് ആയി മാറി. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ എത്ര ഗ്രോത്ത് തന്നിട്ടുണ്ടാവും? 2 ഗ്രോത്ത് തന്നിട്ടുണ്ടാവും. അത് എത്ര വർഷമാണെന്നുള്ളൂ എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നെ ഉണ്ടാവും, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ മുഴുവനായിട്ടാണ് മാറും. നമ്മൾ ആ ഇക്വേഷൻ ടൈപ്പ് ഉണ്ടല്ലോ, ആ ഇക്വേഷൻ ടൈപ്പിൽ നിന്ന് മുഴുവനായിട്ട് എന്ത് ചെയ്യും, സിറ്റുവേഷൻ മാറും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് എത്ര പേ ചെയ്യുന്നത്? 5 ആണ്. പെയ്ഡ് അല്ലേ? അപ്പോൾ ഇത് ഏതാണ്? D0 ആണ്. ഇനി എക്സ്പെക്റ്റഡ് 20% നെക്സ്റ്റ് 2 ഇയേഴ്സ്. അപ്പോൾ ഇത് റാപ്പിഡ് ഗ്രോത്ത് അല്ലേ, ഫസ്റ്റത്തെ വർഷത്തെ അല്ലേ, റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ലേ, എത്രയാണ് വരുന്നത്? 20% വരുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഗ്രോത്ത് വിൽ നോർമലൈസ് ചെയ്യും അല്ലേ. നോർമലൈസ് ചെയ്യുന്ന സ്ലോ ഡൗൺ ആയി. എത്രയ്ക്ക് സ്ലോ ഡൗൺ ആയി? 6%. ദെൻ ആഫ്റ്റർ എന്നല്ല പറഞ്ഞത്, ആഫ്റ്റർ ദാറ്റ് എന്നല്ല പറഞ്ഞത്. അതായത് ഇനി അങ്ങോട്ട് വർഷം, അതായത് 3ാമത്തെ വർഷം മുതൽ അങ്ങോട്ട് ഫുൾ എന്താണ്, ഇനി എത്ര പെർസെൻറ്റേജ് ആകാൻ പോകുന്നത്? 6 കോൺസ്റ്റൻ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു റാപ്പിഡ് ഗ്രോത്ത് ഉണ്ട്, പിന്നെ എന്താവും ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് ആവും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇവിടെ റെലവൻ്റ് ആയിട്ട് 20%, പിന്നെ 6%. റിക്യൂർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയുള്ളത്? 10%. എന്നിട്ട് ചോദിക്കുന്നത് എന്താണ്? വാല്യൂ ഓഫ് സ്റ്റോക്ക്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് 3 സ്റ്റെപ്പായിട്ടാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേഷൻ ചെയ്യേണ്ടത്.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാലോ റാപ്പിഡ് ഗ്രോത്ത് എന്ന് മുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ റാപ്പിഡ് ഗ്രോത്ത് എങ്ങനെ എന്നാ നിൽക്കുക? റാപ്പിഡ് ഗ്രോത്ത് ഇയർ 1 ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അനലൈസ് ചെയ്യുമ്പോൾ ഇയർ 1 എത്ര പെർസെൻറ്റേജ് ആണ്? 20%. ഇയർ 2 എത്രയാണ്? 20% ആണ്. ഇയർ 3 എത്ര ആകാൻ പോകുന്നത്? 6% ആകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അബ്നോർമൽ ഗ്രോത്ത്. എന്താണാണ്ട് അബ്നോർമൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ഡി എത്രയാണ്? D 0 പറഞ്ഞ സാധനം എത്രയാണ് ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്ക്? 5 അല്ലേ? അപ്പോൾ അബ്നോർമൽ ഗ്രോത്ത് എത്ര വർഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാണ്? എത്ര വർഷം ഉണ്ടാവുക? 2 വർഷം അല്ലേ? അതായത് ഏതൊക്കെ ഉണ്ടാവും? D1 ഉണ്ടാവൂലേ, അതുപോലെ D എന്തുണ്ടാവും? 2. എന്നാൽ D1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നിട്ടില്ലേ? D1 എങ്ങനെ കാണുന്നത്? 5 ഇൻറ്റു എത്ര പെർസെൻറ്റേജ്? 20%. എത്രയാണ്? 6. അതുപോലെ തന്നെ D2 എങ്ങനെ കാണുക? 6 ഇൻറ്റു 20% അല്ലേ? പിന്നെ പ്ലസ് ആണ് കേട്ടോ അത് വരിക, 6 പ്ലസ് 20%. ഓക്കെ, അപ്പോൾ എത്ര വരിക? 7.2. അത് കിട്ടിയാലോ? അബ്നോർമൽ ഗ്രോത്ത് കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ D1 ആൻഡ് D2, അതായത് അബ്നോർമൽ ആയിട്ടുള്ള അബ്നോർമൽ ഗ്രോത്ത് കാൽക്കുലേഷൻ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്കൗണ്ടിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കൗണ്ടിങ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടാൻ പോകുന്ന റിട്ടേൺസ് എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിക്കുക. അതിൽ കിട്ടാൻ പോകുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1 ആൻഡ് D2 നമുക്ക് കിട്ടൂലേ? നമ്മൾ റിക്രൂട്ട് റേറ്റ് P0 അല്ല നോക്കാൻ പോകുന്നത്. റിട്ടേൺ എന്തൊക്കെയാണ്? D1 കിട്ടും, അതുപോലെ D2 കിട്ടും. പിന്നെ ദെൻ ആഫ്റ്റർ ഉള്ള പ്രൈസ് ഉണ്ടല്ലോ, അതായത് P ഏതാ വരിക? അപ്പോൾ നമുക്ക് ഏതിട്ടാ പ്രൈസ് കിട്ടാൻ പോകുന്നത്? അബ്നോർമൽ മാറി നോർമൽ ആവുക എപ്പോഴാണ്? ഇയർ 2 ശേഷം ആവാൻ പോകുന്നത്. അപ്പോൾ ഏത് ഡിവിഡൻ്റാണ് നമുക്ക് നോർമൽ ആവാൻ പോകുന്നത്? ഏതാവാൻ പോകുന്നത്? D ഏതാണ് നോർമൽ ആവാൻ പോകുന്നത്? ആലോചിക്കുക. D1 നോർമലാണോ? അല്ല. D2 നോർമലാണോ? അല്ല. D3 ആണ് എന്താവുന്നത്? നോർമൽ ആവാൻ പോകുന്നത്. അപ്പോൾ D3 ആണെങ്കിൽ നമുക്ക് അവിടെ നോർമൽ നമ്മൾ ഇക്വേഷൻ അല്ലടാ, സാധാ കോൺസ്റ്റൻ്റ് ആയില്ല. അവിടുന്ന് അങ്ങോട്ട് എന്തായി? കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് P2 അല്ല വരിക D3 ആണെങ്കിൽ. ഓക്കെ, D3 ആണെങ്കിൽ എന്താ വരിക? P2. ഓക്കെ, R-G. ഇത് ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് എത്ര പെർസെൻറ്റേജ് തന്നെ ആവാൻ പോകുന്നത്? 6%. കോൺസ്റ്റൻ്റ് ആയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കണ്ടുപിടിക്കും? P2 കണ്ടുപിടിക്കും. പക്ഷേ നമുക്ക് ഏതാ വേണ്ടത്? P0 അല്ലേ വേണ്ടത്? ഇപ്പോഴത്തെ വേണ്ടത്. അപ്പോൾ നമ്മളൊരു സംഭവം പഠിച്ചിട്ടുണ്ട്, പ്രസൻറ്റ് വാല്യൂ പറഞ്ഞ സംഭവം പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? പ്രസൻറ്റ് വാല്യൂ. ഈ P2 നമുക്ക് ഏതൊക്കെ കൺവേർട്ട് ചെയ്യാം? P0 കൺവേർട്ട് ചെയ്തൂടെ? ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞ സംഭവം പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? D1 അതുപോലെ എന്ത് കണ്ടുപിടിക്കുക? D2 കണ്ടുപിടിക്കുക. അപ്പോൾ ഡിവിഡൻറ്റ് 2 ആയില്ലേ? ഡിവിഡൻറ്റ് ഓക്കെ. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഈ D3 എന്തിനാണ് കണ്ടുപിടിക്കണത്? ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഏതാ കാണേണ്ടത്? P2 ആകുമ്പോൾ നമുക്ക് എന്തായി? നോർമൽ ഗ്രോത്ത് ആയില്ലേ? അപ്പോൾ നോർമൽ ഗ്രോത്തിൽ നമ്മൾ ഏത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? P2. അപ്പോൾ ഏതായി? ഡിവിഡൻറ്റ് ഓക്കെ ആയില്ലേ? D1 ആയി, D2 ആയി. ഇനി ഏതാ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മളുടെ P2 എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണം? P2 = എന്താണ്? D3 / R-G. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? നമ്മൾ D3 ഇവിടെ ഓൾറെഡി കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിട്ടില്ലേ? 7.632 / എത്ര വരിക? 10 - 6% അല്ലേ? എത്ര വരുന്നത്? P2 എത്ര വരുന്നത്? P2 എത്ര വരുന്നത്? 190.8 അല്ലേ? അപ്പോൾ ഏതൊക്കെ? D1 ആയി, D2 ആയി, പിന്നെ ഏതുമായി? P2 ആയി. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് എങ്ങോട്ട് കൺവേർഷൻ ചെയ്യണം? P0. അപ്പോൾ D1 ഏതൊക്കെ കൺവേർഷൻ ചെയ്യേണ്ടി വരും? എടാ D1 ഏതൊക്കെ കൺവേർഷൻ ചെയ്യേണ്ടി വരും? D1 ഓക്കെ അതവിടെ കട്ടെ. D1 ഡിവിഡൻറ്റ് കിട്ടുന്നുണ്ടല്ലോ. ആ ഡിവിഡൻറ്റ് അബ്നോർമൽ അല്ല ആവണത്. അപ്പോൾ അബ്നോർമൽ ഡിവിഡൻറ്റിന് നിങ്ങൾ ഏതൊക്കെ കൺവേർഷൻ ചെയ്യണം? നോർമലിക്ക് കൺവേർഷൻ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സിറ്റുവേഷനിക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? അപ്പോൾ D1 നിങ്ങൾ ഏതൊക്കെ മാറ്റണം? എടാ D1 ഏതൊക്കെ മാറ്റണം? D0 മാറ്റണ്ടേ? കാരണം നിങ്ങൾ P2 എന്നല്ല സ്റ്റാർട്ട് ചെയ്യണത്. ശരിക്കും നിങ്ങൾക്ക് ഏതാ വേണ്ടത്? അപ്പോൾ ഇയർ 1 ഇയർ 2 കിട്ടിയ ഡിവിഡൻറ്റ് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യണില്ലല്ലോ. P2 എടുക്കുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യണ്ടോ? ആലോചിക്കുക. നിങ്ങൾ വെറും P2 എടുത്തിട്ട് P0 മാറ്റിയോ? അപ്പോൾ നിങ്ങൾക്ക് ഇയർ 1 കിട്ടിയ റിട്ടേണും ഇയർ 2 കിട്ടിയ റിട്ടേണും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്താ കാട്ടുക? 3 എലമെൻറ്റ്സ് എടുക്കുക. ഏതൊക്കെ എലമെൻറ്റ്സ്? D1, അതുപോലെ D2, പിന്നെ ഏതാ എടുക്കേണ്ടത്? P2. അപ്പോൾ ഏതൊക്കെയാണ് ഉണ്ടാവുക? D1 ഉണ്ടാവും, D2 ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും? P2 ഉണ്ടാവും. ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. P2 അല്ല ഞങ്ങൾ കാൽക്കുലേഷൻ ചെയ്യണത്. P2 ഞങ്ങൾ P0 മാറ്റി. ഓക്കെ അല്ലേ? P2 ഞങ്ങൾ എന്താ വെക്കുക? P0 മാറ്റി. പക്ഷേ നിങ്ങൾക്ക് D1 D2 കിട്ടിയ ഡിവിഡൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. അതും നിങ്ങൾക്ക് കിട്ടിയ റിട്ടേൺ അല്ലേ? P2 എന്ന് പറഞ്ഞാൽ ഇയർ 2 അല്ലേ? ഇയർ 2 അവിടുന്ന് അങ്ങോട്ടുള്ള റിട്ടേൺ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ മുമ്പ് എന്ത് ഇട്ടുണ്ട്?
P1ലും P0 എന്ത് കിട്ടുന്നുണ്ട്? റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ D1 എടുത്തിട്ട് ഏതൊക്കെ മാറ്റേണ്ടി വരും? D0 അല്ലെങ്കിൽ ഏതൊക്കെ ഇയർ ഏതൊക്കെ മാറ്റേണ്ടി വരും? പ്രസൻറ്റിലാണ് ഇയർ 0ക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ D2 ഇതേപോലെ എന്ത് മാറ്റേണ്ടി വരും? D0ക്ക് മാറ്റേണ്ടേ. നമ്മൾ ഇപ്പത്തിലെ ആട്ടണത്. അപ്പോൾ ഏതൊക്കെ മാറ്റേണ്ടി വരും? ഇയർ 0ക്ക് മാറ്റാം. അതുപോലെ ഏതുണ്ട്? P2 P2 ഏതൊക്കെ മാറ്റേണ്ടി വരും? P0 അല്ലെങ്കിൽ ഏതൊക്കെ മാറ്റേണ്ടി വരും? ഇയർ 0ക്ക്. അപ്പോൾ നമുക്ക് കിട്ടിയ 2 ഡിവിഡൻറ്റിനെയും നമുക്ക് എന്തൊക്കെ മാറ്റി? ഈ ഫസ്റ്റ് ഇപ്പം നമ്മൾ കാണുന്ന കറണ്ട് ഇയർക്ക് മാറ്റി. പിന്നെ ഏതിനെയും മാറ്റി? ആ സെല്ലിംഗ് പ്രൈസിനെ എടുത്തിട്ട് അങ്ങോട്ട് എന്ത് ചെയ്ത് മാറ്റി. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ വരുന്നുണ്ടാവുക? ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഫ്ലോ. എന്താ ചെയ്യാൻ പോകുന്നത്? D1 കാട്ടണുണ്ടോ? D1 എന്തൊക്കെ മാറ്റിയടാ? 1/1.1 അല്ലേ? അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ഏതായി മാറി? D0 ആയിട്ട് മാറിയില്ലേ? അല്ലെങ്കിൽ ഇയർ 0 ആയി മാറി. ഇനി ഇതെന്താണ്? 7.2 റൂട്ടല്ല അടിക്കണത്, അല്ലെങ്കിൽ ആ ഒരു 2 അടിക്കണില്ലേ? 2 അടിച്ച് കഴിഞ്ഞാൽ 2 വർഷം ബാക്കൊക്കെ വരണ്ടേ? ആലോചിക്കുക. നമ്മൾ ചെയ്താലേ 2 പ്രാവശ്യം ഈക്വലിൽ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീൻ എന്താണുള്ളത്? നമ്മൾ 2 വർഷം ചെയ്ത് ബാക്കൊക്കെ വന്ന്. അപ്പോൾ D2 എടുത്തിട്ട് വീണ്ടും ഏതൊക്കെ മാറ്റി? D0ക്ക് മാറ്റി. അതുപോലെ തന്നെ P2 എടുത്തിട്ട് ഏതൊക്കെ മാറ്റി? P0ക്ക് മാറ്റി. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞുതരാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരൊറ്റ ഗ്രോത്ത് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് P0 കണ്ടായി. അപ്പോൾ ഒരു റിസ്ക്കും ഇല്ല, ഒരു സംഭവം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. P0 ആണെങ്കിൽ എന്താണ്? D1/R-T പരിപാടി ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് P0 ആണ് വേണ്ടത്. പക്ഷേ നമുക്ക് P0 എന്ത് കാണാൻ പറ്റില്ല? ഡയറക്റ്റ് കാണാൻ പറ്റില്ല. കാരണം എന്തുണ്ട്? 2 ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സിറ്റുവേഷനായിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അബ്നോർമലായിട്ടുള്ള ഗ്രോത്തിലുള്ള ഡിവിഡൻസിന് എടുക്കൂലേ. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ അബ്നോർമൽ ഏതൊക്കെയാണ്? D1 ഉണ്ട്, D2 ഉണ്ട്. അത് നമ്മൾ റിട്ടേൺ ആണല്ലോ കൺസിഡർ ചെയ്യണമല്ലേ? അത് നമ്മൾ റിട്ടേൺ ആണ്. അപ്പോൾ D1 അതുപോലെ ഏതും കണ്ടു, D2 കണ്ടു. അതിനെ രണ്ടിനും നമ്മൾ ഏതൊക്കെ മാറ്റി എന്നിട്ട് ഇയർ 0ക്കാണ് മാറ്റി. പിന്നെ തന്നെ ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്തു? P2 കാൽക്കുലേഷൻ ചെയ്യണ്. ആ P2 നമ്മൾ ഏതൊക്കെ മാറ്റി? ഇയർ 0ക്കാണ് മാറ്റി. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന എല്ലാ റിട്ടേണും അതിലെ എല്ലാ റിട്ടേണും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിനൊക്കെ എന്തൊക്കെ മാറ്റും? പ്രസൻറ്റ് വാല്യൂക്ക് എന്ത് ചെയ്യും? കൺവേർഷൻ ചെയ്യും. അങ്ങനെ പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർഷൻ ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് എന്തെന്ന് പറയാൻ നമ്മളുടെ P0 എന്ന്. അപ്പോൾ കാൽക്കുലേഷൻ എൻ്റയർലി നമ്മളൊരു എന്ത് ഇക്വേഷൻ ടൈപ്പ് അല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടാൻ പോകുന്ന എല്ലാ റിട്ടേൺസിനെയും എന്തൊക്കെ മാറ്റിയാണ്? നമ്മളുടെ പ്രസൻറ്റ് വാല്യൂക്ക് മാറ്റിയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് 3 റിട്ടേൺ അല്ല കിട്ടുന്നുണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 3 റിട്ടേൺ അല്ല കിട്ടുന്നുണ്ടാവുക. ആദ്യത്തെ D1 ഡിവിഡൻറ്റ് കിട്ടൂലേ, D2 ഡിവിഡൻറ്റ് കിട്ടും. പിന്നെ D3 ആകുമ്പോൾ പിന്നെ ഡിവിഡൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നമ്മളെ സാധാ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കാണാൻ പറ്റും? പ്രൈസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ D1-നും D2-നും P2-നും ഏതൊക്കെ കൺവേർഷൻ ചെയ്യും? നമ്മളുടെ ഏതൊക്കെ കൺവേർഷൻ ചെയ്യും? ജസ്റ്റ് P0ക്ക് അങ്ങോട്ട് കൺവേർഷൻ ചെയ്യും. അപ്പോൾ ക്യാഷ് ഫ്ലോ വെച്ചിട്ട് നമ്മളെ ഇക്വേഷൻ ടൈപ്പ് അല്ല, ഇവിടെ എന്താണ്? ക്യാഷ് ഫ്ലോ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷൻ ചെയ്യുന്നത്. നമ്മളെ പ്രൈസ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷൻ ചെയ്യുന്നത് 1.1. അതായത് 1/1.1 അടിച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ ഡിസ്കൗണ്ടിങ് ചെയ്തില്ലേ? നമ്മൾ ആ ലീസിൻ്റെ കേസിലൊക്കെ ഡിസ്കൗണ്ടിങ് ചെയ്തില്ലേ? അപ്പോൾ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതാ കാൽക്കുലേഷൻ ചെയ്യണത്? P0 അല്ലേ കാൽക്കുലേഷൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാ ക്യാഷ് ഫ്ലോസിനെയും നമുക്ക് കിട്ടാൻ പോകുന്ന എല്ലാ ക്യാഷ് ഫ്ലോസിനെയും എന്തൊക്കെ മാറ്റുക? പ്രസൻറ്റ് വാല്യൂക്ക് എന്ത് ചെയ്യാണ്? മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ അബ്നോർമലായിട്ട് 2 ഗ്രോത്ത് ഇല്ലേ? അബ്നോർമലായിട്ട് ഏതൊക്കെ ഉണ്ട്? D1 ഉണ്ട്, അതുപോലെ D2 ഉണ്ട്. അപ്പോൾ D1 ആണോ നമുക്ക് വേണ്ടത്? D1 പറഞ്ഞാൽ ഇയർ 1 അല്ലേ? ഇയർ 1 അല്ലല്ലോ വേണ്ടത്, നമുക്ക് ഏതാ വേണ്ടത്? ഇയർ 0 അല്ല വേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ ഏതൊക്കെ മാറ്റേണ്ടി വരും? ആ വർഷത്തേക്ക് മാറ്റേണ്ടി വരില്ലേ? ബാക്ക് മാറ്റേണ്ടി വരില്ലേ? അപ്പോൾ നമ്മൾ ലീസൊക്കെ എങ്ങനെ ചെയ്യുന്നത്? പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ് ചെയ്യുന്നത്? 1/1 എത്രയെങ്കിലും അടിച്ചിട്ട് ഈക്വൽ അടിച്ച് കഴിഞ്ഞാൽ 1 വർഷം ബാക്ക് പോകില്ലേ? പിന്നെ ഈക്വൽ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ബാക്ക് പോകില്ലേ? അപ്പോൾ D1 എടുത്തിട്ട് ആക്കണമെങ്കിൽ നമ്മൾ 1 പ്രാവശ്യം ഈക്വൽ അടിച്ചാൽ പോരെ? 1 പ്രാവശ്യം ഈക്വൽ അടിച്ചാൽ. ഇനി D2 ആണെങ്കിലോ? അപ്പോൾ എത്ര പ്രാവശ്യം അടിക്കേണ്ടി വരുമോ? 2 പ്രാവശ്യം അടിക്കേണ്ടി വരൂലേ? 2 വർഷം കഴിഞ്ഞ് കിട്ടണ ഡിവിഡൻറ്റില്ലേ? അപ്പോൾ അതിനെ 2 വർഷം ബാക്ക് ആക്കി കഴിഞ്ഞാൽ എപ്പോൾ കിട്ടണ പോലെ ഇല്ലേ? ഓക്കെ, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആയി. പിന്നെ ഏതാ വേണ്ടത്? P2, അതായത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള സെല്ലിംഗ് പ്രൈസ്. ആ 2 വർഷം കഴിഞ്ഞിട്ടുള്ള സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ ഏതൊക്കെ മാറ്റുകയാണ്? ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ എത്ര പ്രാവശ്യം ഈക്വൽ അടിക്കേണ്ടി വരും? 2 പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി വരും? ഈക്വൽ അടിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഡിവൈഡ് ബൈ എങ്ങനെ? ഈ സാധനം അല്ലേ? ഓക്കെ, അതിൻ്റെ വേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിയല്ലേ? ആ ഫസ്റ്റത്തെ എഴുതിയപ്പോൾ വെച്ചാണ് 7.2 ഇൻറ്റു ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇൻറ്റു ചെയ്യാം, അത്രേ ഉള്ളൂ. എന്നാൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കിയിട്ട് ഓരോ സ്റ്റെപ്പ് എഴുതി കാണി. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി കാണി. ഒരു ക്വസ്റ്റ്യൻ അല്ലേ 4 വർഷം ഉള്ളത്. അപ്പോൾ അതിൽ D3 അല്ലേ നിങ്ങൾക്ക് നിലവിൽ തന്നിട്ടുള്ളത്? D3 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വേണടാ? D1 നെക്സ്റ്റ് 4 വർഷമാണ്. D1 വേണം, D2 വേണം, D3 വേണം.
പിന്നെ ഏത് വേണം D4 വേണം. ഇതിനൊക്കെ നിങ്ങൾ ഏതൊക്കെ മാറ്റം വേണം, ഇയർ 0ക്ക് മാറ്റം വേണം. അതല്ലേ ചെയ്യേണ്ടത്. പിന്നെ ഏതും കാണണം, D5 കണ്ടിട്ട് അത് ത്രൂ ഏത് കാണണം, P4 കാണാം. എന്നിട്ട് ആ P4ന് ഏത് മാറ്റണം, ഇയർ 0ക്ക് മാറ്റണം. അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടത്, ഇത് 4 കാണണം, പിന്നെ ഇതൊന്നും കാണണം. ടോട്ടൽ 5 കാണണം അല്ലേ. 467. ഓക്കെ 467 0.67 സംതിങ് അല്ലേ. D5 വേണ്ട. D5 നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കാണുന്നത്, P4 കാണാൻ വേണ്ടിയിട്ട്. D1ഉം D2 വേണം. പിന്നെ രണ്ടും നമ്മൾ ഇയർ 0ക്ക് മാറ്റണം. ഒറ്റ പ്രാവശ്യം ഇതായി. റേസ് 2 കൊടുക്കണം. D3 ആകുമ്പോൾ പിന്നെ എത്ര പെർസെൻറ്റേജാ, പിന്നെ 4% അടിച്ചില്ലേ. ഇല്ല, D3ക്ക് എന്തിനാ, നെക്സ്റ്റ് 2 ഇയർ വരെ അല്ലേ. D1ൽ 5, D2ൽ 15% ഗ്രോത്ത് ഉണ്ട്. D3ലാവുമ്പോൾ 15% അല്ല, എത്ര പെർസെൻറ്റേജിക്ക് മാറി, 4% മാറിയില്ലേ. നെക്സ്റ്റ് 2 ഇയർ ആയില്ലടാ. D1 പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ 1 അല്ലേ, D2 പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ 2 അല്ലേ. അപ്പൊ അടുത്ത വർഷം ഇയർ 3 അല്ലേ. ഇയർ 3ൽ എത്ര ഉണ്ടാവും, +4% ആയിട്ടുണ്ടാവും. പത്തര ആൻസർ ചെയ്യട്ടെ. ഫസ്റ്റ് D1 കണ്ടു. റിലേറ്റീവ് വാല്യൂഷൻ മോഡൽ പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല. 3 റാഷ്യൂസ് എന്ത് പഠിച്ചായി, ആ 3 റാഷ്യൂസ് ജസ്റ്റ് എന്ത് ചെയ്തായി മനസ്സിലാക്കി. അതിലിപ്പോൾ ഏകദേശം ഇത് നിങ്ങൾ പഠിച്ചാലേ പി റാഷ്യൂ, പ്രൈസ് ടു ഏണിങ് അല്ലെങ്കിൽ പ്രൈസ് ടു ഏണിങ്, മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ ഏണിങ് പെർ ഷെയർ അല്ലേ, മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ ഏണിങ് പെർ ഷെയർ. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ പേര് എന്ത്, മാർക്കറ്റ് ടു ബുക്ക് റാഷ്യൂ, MBR എന്ന് പറയലുണ്ട്. അതായത് മാർക്കറ്റ് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ അല്ലേ. ഓക്കെ, പിന്നെ ഇതാണ് ഇപ്പോൾ ഏതായിട്ട് വരുന്നത്, പുതുതായിട്ട് വരുന്നത്. അതൊന്നുമില്ല, പ്രൈസ് ഡിവൈഡ് ബൈ സെയിൽസ്, മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ്, ഇത്രയുള്ളൂ വരുന്നത്. ഓക്കെ, അപ്പം 3 റാഷ്യൂസ്. ഈ 3 റാഷ്യൂസ് ആൻസർ ചെയ്യേണ്ടത് നമുക്ക് എന്താ ചോദിക്കുക എന്നുള്ള ആദ്യം പഠിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻസിൽ അധികമുള്ള ക്വസ്റ്റ്യനിൽ ഇത് തരും, പി റാഷ്യൂ തരും, അതുപോലെ എന്തും തരും, ഏണിംഗ് പെർ ഷെയറും തരും. എന്നിട്ട് നമ്മളോട് ഏത് കാണാൻ പറയും, മാർക്കറ്റ് പ്രൈസ്. അതായത് നമുക്ക് എന്താ വേണ്ടത് ഇവിടെ, വാല്യൂ ഓഫ് ഷെയർ അല്ലേ, അതായത് മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ റാഷ്യൂ തന്നിട്ട് എന്ത് ചെയ്യുക, റാഷ്യൂ കംപ്ലീറ്റ്ലി നമുക്ക് പി റാഷ്യൂ ആണ് ഇവിടെ കാണാൻ ചോദിക്കുക. പി റാഷ്യൂ അല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് ഇവിടെ വേണ്ട എലമെന്റ് എവിടെയാണ്, ന്യൂമറേറ്ററിലല്ലേ പോയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സാധനങ്ങളും ആര് തരും, ക്വസ്റ്റ്യനിൽ തരും. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു 2 വിചാരിച്ചോ, ഇവിടെ ഒരു 8 ആണെങ്കിൽ എങ്ങനെ ഇത് കാണുക, 8 × 2 അല്ലേ. അപ്പോൾ ഇത് എത്ര, 16. ഇങ്ങനെയാണ് എന്ത് വരിക, ക്വസ്റ്റ്യൻ വരിക. എല്ലാ റാഷ്യൂസും ഇപ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള റാഷ്യൂസ് എല്ലാതും എങ്ങനെ തന്നെ വരിക, ഇത് തരും. എന്നിട്ട് ഏത് കാണാൻ പറയും നമ്മളോട്, ഈ ഒരു സാധനം എന്ത് ചെയ്യാറ്റും കാണാൻ എന്ത് ചെയ്യും പറയാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും പിന്നുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യന്, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്. പിന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ ഡയറക്റ്റ് തരില്ല. ഏണിംഗ് പെർ ഷെയർ എങ്ങനെ കണ്ടുവരും,
നെറ്റിനകത്തുനിന്ന് പ്രിഫേർഡ് ഡിവിഡൻഡ് കുറച്ചിട്ട് IAC ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് കാണേണ്ടി വരും. വാങ്സ് ഒന്നും വേണ്ട. വാങ്സോൻ്റെ കേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഇരുന്നാൽ പോരെ അല്ലേ? കാരണം വാങ്സോ കാണണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ IAC ഇവിടെ തരും, ക്വസ്റ്റ്യനിൽ തരും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർസ് ഇവിടെ തരും, ക്വസ്റ്റ്യൻ തരും. EPSൻ്റെ ഇക്വേഷനുകൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. EPSൻ്റെ ഇക്വേഷൻ എന്താണ്? IAC ഡിവൈഡ് ബൈ വാങ്സോ അല്ലേ? അത് അറിഞ്ഞിരിക്കണം. അത് രണ്ടും എവിടെ ഉണ്ടാവും? ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഇതിലാണെങ്കിലോ ബുക്ക് വാല്യൂ പെർ ഷെയർ ഡയറക്റ്റ് തരില്ല. സം ക്വസ്റ്റ്യനിൽ ഏത് തരും? ടോട്ടൽ കോമൺ ഇക്വിറ്റിയും തരും, നമ്പർ ഓഫ് ഷെയർസും തരും. അതുപോലെ തന്നെ സെയിൽസ് പെർ ഷെയർ പിന്നെ കാണാൻ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ടോട്ടൽ സെയിൽസ് റവന്യൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ തരാൻ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് ഡിനോമിനേറ്ററും റേഷ്യോയും തരും. ഡയറക്റ്റും തരും, ഡിനോമിനേറ്ററും റേഷ്യോ. ന്യൂമറേറ്റർ ആണല്ലോ നമ്മളെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് നമുക്ക് അവിടെ കാണേണ്ടത്. അപ്പോൾ ഏതൊക്കെ തരും? ഡയറക്റ്റ് റേഷ്യോ തരൂലേ? പിന്നെ ഏത് തരും? ഡിനോമിനേറ്റർ തരും. നമ്മളെ മാർക്കറ്റ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഏത് തരില്ല? ഡിനോമിനേറ്റർ ഡയറക്റ്റ് തരില്ല. അത് എന്ത് ചെയ്യേണ്ടി വരും? കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇത് കണ്ടുവരും, മാർക്കറ്റ് പ്രൈസ് കണ്ടുവരും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും, ഒന്ന് ഈസി ക്വസ്റ്റിനും ഒന്ന് പറഞ്ഞിട്ട് മീഡ് റേഞ്ച് വരുന്ന ക്വസ്റ്റിനും. ഓക്കെ, എന്നാൽ ഈ ക്വസ്റ്റിൻ ഒന്ന് എഴുതിക്കോളി നിങ്ങൾ ചെയ്യൂലേ? നോക്കി